ചെയ്യുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇന്നും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് നമ്മുടെ ഈ ദിവസങ്ങളുണ്ടാകുന്ന ഈ ഷെഡ്യൂളിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തപ്പോഴാണ് ഇന്ന് 16ാമത്തെ ദിവസമാണെന്നുള്ളത് മനസ്സിലായത്. നമ്മൾ 15 ദിവസം എന്ന് അവർ വിചാരിച്ചിരുന്നു. ഇന്ന് 16ാമത്തെ ദിവസം. ഇതുവരെയും ദൈവം നമ്മെ നടത്തി. കർത്താവിൻ്റെ കരുണകൾക്കായി കൃപകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഈ വിഷയം തുടർച്ചമാനമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ അനാദി നിർണയം. പല ചോദ്യങ്ങൾക്കും ആ നിലയിൽ നമ്മൾ ദൈവദിനത്തെ ചിന്തിക്കുമ്പോൾ മറുപടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ന്യായമായി ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരങ്ങളും കൂടെ പറഞ്ഞു പോകാനാണ് ഞാൻ ഈ ദിവസങ്ങൾ ഉത്സാഹിച്ചത്. ഈ ഒടുവിലത്തെ സമയം ആയപ്പം സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിൽ നിൽക്കാതെ ഇത്തിരി വേഗം അങ്ങ് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നല്ലോ, അതായത് വിശുദ്ധീകരണം. സഭ രൂപപ്പെട്ടു, സഭയെ കർത്താവിന് വേണ്ടി ഒരുക്കുകയാണ്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം വേർതിരിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാര്യത്തിനായി മാത്രം. വിശുദ്ധി എന്ന് പറയുമ്പോൾ ശുദ്ധി അല്ല. അത് ഞാൻ വിശദീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധീകരണം ശുദ്ധീകരണം രണ്ടാണ്. ശുദ്ധീകരണത്തിൻ്റെ ഒരു ഹയർ ലെവലല്ല വിശുദ്ധീകരണം. പിന്നെയോ ഒരു കാര്യത്തിനായി മാത്രം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവും പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 17:19. വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഴുക്ക് കളയുക എന്നാണെങ്കിൽ യേശുക്രിസ്തു തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് എന്താ കളയാൻ അശുദ്ധി വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഒരശുദ്ധിയുമില്ല കർത്താവിൽ. അവൻ വിശുദ്ധിയിൽ തികഞ്ഞവനാണ്. അവൻ പരിശുദ്ധനാണ്. പരിശുദ്ധനാണ്. എന്നാൽ വിശുദ്ധീകരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം വ്യക്തമാകുമ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ് നമുക്ക് മനസ്സിലാകും. നമ്മളത് ചിന്തിച്ചു. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്കായി വേർതിരിക്കുന്നു. അതാണ് എൻ്റെ കർത്താവ് പറഞ്ഞല്ലോ. ശമരിയക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മളത് കാണാൻ കഴിയും. നോക്കണേ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നതാണ് എനിക്ക് ആഹാരം. എൻ്റെ ആഹാരം പോലും അതാ. അത്രമാത്രം ഞാൻ എന്നെ ഈ ഒരു കാര്യത്തിനായി വേർതിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം. അതാണ് വിശുദ്ധീകരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മളത് വിശദീകരിച്ചല്ലോ. ഈ വിശുദ്ധീകരണത്തിനായി നമ്മളെ കർത്താവിന് വേണ്ടി ഒരുക്കുന്ന ഈ പ്രോസസ്സിൽ കർത്താവ് അനേക ഉപാധികൾ നമുക്കായി നിയമിച്ചിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധീകരണത്തിനായി നിയമിച്ചിരിക്കുന്ന ഉപാധികളെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കാം. സഹോദരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ അപ്പം ഇന്നലെ പറഞ്ഞതിന് ഒരിച്ചിട്ട് വിശദീകരണം പറയുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും ദൈവത്തെ പിൻപറ്റുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടാനുള്ള ലക്ഷ്യത്തോടുകൂടെയാണ്. പൊതുവെ മതത്തിൽ ആളുകൾ ചിന്തിക്കുന്നതിൻ്റെ കാര്യം അതാണ്. സാഹചര്യങ്ങൾ നന്നാകണം. എന്തുകൊണ്ടാണ് പുണ്യസ്ഥലങ്ങളിലേക്ക് ആൾത്തിരക്ക് കൂടുന്നത് ആണ്ടുതോറും? കാരണം അവിടെ ചെല്ലുമ്പോൾ അവരുടെ പല പ്രാർത്ഥനകളും സാധിക്കുന്നു എന്ന് അവർ പറയുന്നു. ഞാനങ്ങനെ വ്യക്തിപരമായി പല സഹോദരങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, എൻ്റെ പ്രാർത്ഥന നടന്നു, എൻ്റെ കാര്യം സാധിച്ചു, ഞാൻ വലിയ പ്രശ്നത്തിലായിരുന്നു, ഞാൻ അവിടെ ഇതിൻ്റെ ആ റിച്വൽസ് എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ പോയി, എനിക്കതുകൊണ്ട് എൻ്റെ കാര്യം സാധിച്ചു കിട്ടി. ഐ ഗോട്ട് മൈ തിങ്സ് ഡൺ, മൈ പ്രോബ്ലം വാസ് ഈസിലി സോൾവ്ഡ്, ഇറ്റ് വാസ് എ മിറക്കിൾ. അപ്പോൾ സാഹചര്യങ്ങൾ, ഭൗമികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുക എന്നുള്ളതാണ് പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ പൊതുവെയുള്ള ലക്ഷ്യം. സ്തോത്രം. അങ്ങനെ ക്രൈസ്തവ സഭയിൽ പോലും ഒരു നല്ല ഭാഗം ആളുകളും ഭൗമികമായ കാര്യങ്ങൾ മെച്ചപ്പെടാനായിട്ടാണ് കർത്താവിനെ പിൻപറ്റുന്നത്.
കർത്താവിനെ പരമാർത്ഥമായി പിൻപറ്റുന്ന ദൈവമക്കളുടെ ഭൗമിക കാര്യങ്ങൾക്ക് ദൈവം വിശ്വസ്തനാണെന്നുള്ളത് ദൈവവചനം തന്നെ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. സ്തോത്രം. മുമ്പേ അവർ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ ഏതൊക്കെയാണെന്നോട് ഓർക്കണം. അതിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഉണ്ണാനും ഉടുക്കാനും മാനമായി ജീവിക്കാനുമുള്ളത്. ആകാശത്തിലെ പറവയെ നോക്കുവിൻ, അവയെ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എന്നാൽ അതിൽ ഒരെണ്ണം പോലും പട്ടിണി ഉറങ്ങാൻ പോണില്ല. വയലിലെ താമര എങ്ങനെ വളർന്നെന്ന് നോക്കുക, അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രീസ് ഇല്ല, ഒന്നുമില്ല. ബട്ട് ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും അതിനൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഭൗമിക വിഷയങ്ങൾക്ക് ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. നമ്മളെ എങ്ങനെ നടത്തണമെന്നുള്ളത് കർത്താവ് നന്നായി അറിയുന്നു. എന്നാൽ ഒരു കാര്യം കൂടി അതിനിടയ്ക്ക് പറയാം, നമ്മളെ ആത്മീയതയ്ക്ക് താല്പര്യമുള്ളവരും നിത്യതയ്ക്ക് ഒരുക്കേണ്ടതിന് വേണ്ടിയും ദൈവം ചിലപ്പോൾ നമ്മളെ ഭൗമിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യും. God will manipulate എന്ന വാക്ക് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പറയാൻ പാടില്ല. God will so fashion our situations in such a way that the situations contribute to our formation for our bridegroom, even Jesus Christ. മനസ്സിലായല്ലോ? സ്തോത്രം. നമ്മുടെ ആത്മമണവാളനെ കർത്താവിന് വേണ്ടി നമ്മൾ ഒരുങ്ങാനായി നമ്മെ സഹായിക്കാൻ നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം ഉപയോഗിക്കും. God fashions our situations in such a way that it prepares us as the bride of Christ Jesus. സ്തോത്രം. അതുകൊണ്ട് നമ്മളാരും നമ്മുടെ ഭൗമിക കാര്യങ്ങൾ നന്നാകാനായിട്ടല്ല ആത്യന്തികമായി കർത്താവിനെ പിൻപറ്റുന്നത്. കർത്താവിനെ പിൻപറ്റുന്നവരുടെ ഭൗമിക കാര്യങ്ങൾ ദൈവം ടേക്ക് ഓവർ ചെയ്യുമെന്നുള്ളത് സത്യമാണ്, അത് മറക്കുന്നുമില്ല. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തരും, ഭക്തിയായി ജീവിക്കാനുള്ളതെല്ലാം ദൈവം നമുക്ക് തരും. ഞാൻ പറയുന്നത് പുസ്തകത്തിലെ സത്യമാണ്. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു നീഡ് ക്ലാരിഫിക്കേഷൻസ് ഓൺ എനിത്തിങ് ദാറ്റ് ഐ സേ യു ആർ മോസ്റ്റ് വെൽക്കം. അത് എല്ലാം അറിയാവുന്നത് കൊണ്ടൊന്നുമല്ല പറയുന്നത്, ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് വിത്ത് us. നമ്മുടെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചാൽ പുസ്തകത്തിന് വലിയ ഉത്തരവുണ്ടല്ലോ. കേൾക്കണേ? സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് ന്യായമായ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആട്ടെ, ഞാൻ മുൻപോട്ട് പോകുന്നു. സ്തോത്രം. അപ്പോൾ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതല്ല, പിന്നെയോ സ്തോത്രം നമ്മളെ കർത്താവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവിൻ്റെ നമ്മളോടുള്ള ഇടപെടലിൻ്റെ ആത്യന്തികമായുള്ള ലക്ഷ്യമെന്ന് മറക്കരുത്. സ്തോത്രം. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. നമ്മളെ കർത്താവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത് അതാണ് നമുക്ക് പൗലോസ്ലീഹായുടെ ജീവിതത്തിലും കാണാൻ കഴിയും. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ താൻ കടന്നുപോയി. ജഡത്തിലൊരു മുള്ള, ഒരു ശൂലം, അതും തന്നെ കൃപയിൽ നിലനിർത്തുവാനായി ദൈവം അനുവദിച്ചതാണ്. ദാറ്റ് മീൻസ് God fashions the situations in order to prepare us for the bridegroom. അതാണ് വിശുദ്ധീകരണം. സ്തോത്രം. നമ്മളെ ആ വിശുദ്ധിയിൽ വളർത്തുവാൻ, വർദ്ധിപ്പിക്കുവാൻ, in order to promote us in sanctification. സ്തോത്രം. കർത്താവ് അങ്ങനെ സാഹചര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും. സ്തോത്രം. അപ്പോൾ ഇനി ഞാൻ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം തുടരട്ടെ. അപ്പോൾ അതിനായി നമ്മുടെ വിശുദ്ധീകരണത്തിനായി കർത്താവ് നിയമിച്ചിരിക്കുന്ന ഉപാധികളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൽ ഒരു ഉപാധി ദൈവവചനമാണ്. യോഹന്നാൻ 17:17 നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അത് നമുക്ക് അതെല്ലാം അറിയാവുന്നതുകൊണ്ട്, ആ ഭാഗം നമുക്ക് വളരെ നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ വിശദീകരണം കൊടുക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട്. സ്തോത്രം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അതായിരിക്കണം വിശുദ്ധീകരണത്തിനുള്ള ഉപാധികളുടെ ലിസ്റ്റിൽ ഒന്നാമത് പറയേണ്ടത്. ദൈവവചനം, ദൈവവചനം, ദൈവവചനം. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു. സ്തോത്രം. വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നോക്കണേ, അപ്പോൾ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി വചനമാണെന്ന് വേണ്ട പറയാം. സ്തോത്രം. ഒട്ടും കുറഞ്ഞതല്ല രണ്ടാമത്തെ ഉപാധി പരിശുദ്ധാത്മാവ്. മനസ്സിലായല്ലോ? ഒന്നും ഒട്ടും കുറഞ്ഞതല്ല വചനം. അടുത്തത് നമുക്ക് ലിസ്റ്റിൽ രണ്ടാമത് പറയുന്നതേ ഉള്ളൂ, പരിശുദ്ധാത്മാവ്. റോമാലേഖനം 15-ാം വാക്യത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു. സ്തോത്രം.
ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമാകേണ്ടതിന് പുരോഹിതനായി തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നുവെന്ന് പൗലോസ് ലീഹ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ജാതികൾക്കാണ് വിശുദ്ധീകരണത്തിൽ കൂടുതൽ പരിശുദ്ധാത്മാവിന് ശുശ്രൂഷ ആവശ്യമാണെന്നുള്ളൊരാശയം അവിടെ ഉണ്ടല്ലോ. അതിന് വേദപണ്ഡിതന്മാരായ ആളുകളെ കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്. യഹൂദനും ജാതിയും ഈ രണ്ട് ഗ്രൂപ്പും കൂടി ഒരുമിച്ചാണ് ദൈവസഭ എന്ന കൂട്ടത്തിലോട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഹൂദനിൽ നിന്നും ജാതിയിൽ നിന്നും ആത്മാക്കൾ ആരാകുകയാണ്? ദൈവസഭയിലേക്ക് ചേർക്കപ്പെടുന്നത്. ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാട് അടിച്ചു കളഞ്ഞു, ക്രിസ്തുവിൽ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പും കർത്താവിൽ വിശുദ്ധമന്ദിരമായി വളർന്നുകൊണ്ടിരിക്കുക, ആത്മാവിനാൽ ഒന്നിച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വാക്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിച്ച കൂട്ടത്തിലുണ്ടല്ലോ, തന്നെ നമുക്കറിയാമല്ലോ. രണ്ടും ആത്മാവിനാൽ ഒരുമിച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആത്മാവിനാൽ ഒരുമിച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധീകരണത്തിന് കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ജാതികൾ. അതിന്റെ കാരണം പറയാം. സത്യദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച ന്യായപ്രമാണത്തിലൂടെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? യഹൂദന് ലഭിച്ചിട്ടുണ്ട്. സ്തോത്രം. അതാണ് അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ എന്ന് പറഞ്ഞ പൗലോസ് പറയുന്നു, നീ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൽ ഭേദാഭേദങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നവനാണ് ആര്? യഹൂദൻ. സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച യഹൂദന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ജാതികൾക്കുള്ള പല കാര്യങ്ങളും, ജാതീയമായ പല നടപടികളും യഹൂദന്റെ ജീവിതത്തിൽ ഇല്ല. ലക്ഷണം നോക്കുക. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കസേരയിൽ നിങ്ങൾ കയറിയിരിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ സഹോദരന്മാർ വന്നിരിക്കുന്നുണ്ട്, എനിക്ക് പ്ലീസ് ഈ മേളിലുള്ള കസേരകളൊക്കെ വണ്ടി പ്ലീസ് ഓക്കുപൈ ദ ചെയർസ് ആ മേലോട്ട് കയറിയിരിക്കാം, സൗകര്യമായിട്ടിരിക്കാമല്ലോ. സ്തോത്രം. കുട്ടി മേളിലോട്ട് കയറിയിരുന്നാൽ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ടിട്ട് തന്നെയല്ല. ഇച്ചിരി ചാരിയിരിക്കണമെന്നുണ്ടെങ്കിലേ വൈകുന്നവരെ ജോലിയൊക്കെ ചെയ്തിട്ട് വന്നവർ ഫീൽ ഫ്രീ. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇതൊരു നമ്മൾ വലിയൊരു ഫോർമൽ മുട്ടയിൽ മാത്രം ഇരിക്കും അങ്ങനെ കാര്യമില്ല. ഇറ്റ്സ് ആൻ ഇൻഫോർമൽ ഫെലോഷിപ്പ്. അതായിരിക്കണം കൂടുതൽ. യു ക്യാൻ ഫീൽ ഫ്രീ. ഇനി നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം എടുക്കാം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ജാതികൾ എന്ന വഴിപാടിന് പരിശുദ്ധാത്മാവിനുള്ള വിശുദ്ധീകരണത്തിന് കൂടിയൊരളവ് ആവശ്യമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജാതികൾ പലപ്പോഴും ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നവരും ജാതീയമായ പല കാർമ്മിക നടപടികളിലും പോകുന്നവരുമാണ്. അങ്ങനെ പറയുമ്പോൾ ദേഷ്യമൊന്നും വരരുത്. നമ്മൾ ജാതികളായിരുന്നു കേട്ടോ. സ്തോത്രം. ഇന്ത്യയിലുള്ളവരെല്ലാം നമ്മളൊക്കെ അങ്ങനെ യഹൂദനൊഴിയ ബാക്കി എല്ലാവരും ആരാന്ന് പറഞ്ഞാൽ അവരാരാണ്? ജാതികളാണ്. നമുക്കറിയാം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ ലക്ഷണം നോക്കുക, പിന്നുണ്ടല്ലോ ശകുനം നോക്കുക, അറിയാമല്ലോ. ഓമൻ ശകുനം നോക്കുക, ലക്ഷണം നോക്കുക എന്ന് വേണ്ട പല കാര്യങ്ങൾ, പല പരിപാടികളും നമ്മുടെ ഇടയിലുണ്ട്. ഇല്ലേ? ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട്. മുഹൂർത്തം നോക്കുക, രാഹു നോക്കുക, ഹോറോസ്കോപ്പ് എന്ന് വേണ്ട പല പരിപാടികൾ നമ്മുടെ ഇടയിലുണ്ട്. അതിന് ജോത്സ്യനെ കൊണ്ട് ഓദിച്ച് കെട്ടുക, കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒത്തിരി പരിപാടികൾ നമ്മുടെ ഇടയിൽ, ജാതീയമായ പല കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ യഹൂദനുള്ളതിനേക്കാൾ കൂടിയ അളവിലൊരു വിശുദ്ധീകരണത്തിന്റെ ആവശ്യം ജാതികൾക്കുണ്ട്. യഹൂദന് ഈ പരിപാടിയൊന്നും ഇല്ലെന്ന് അതുകൊണ്ട് വരുന്നില്ല. അവരുടെ ഇടയിലും നിരീശ്വരന്മാരുമുണ്ട്, മന്ത്രവാദികളുമുണ്ട്. നമുക്കറിയാലോ, അപ്പസ്തോലപ്രവൃത്തിയിൽ തന്നെ ഉണ്ടല്ലോ ദേശാന്തരികളായ മന്ത്രവാദികളായ ചില യഹൂദന്മാരുടെ കാര്യം പ്രവർത്തന പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു പുസ്തകം വായിച്ചു, കാബാലിസം എന്ന് പറഞ്ഞാൽ അവരുടെ വളരെ റാമ്പൻ്റാണുള്ള ഒരു പരിപാടി. എന്തൊക്കെ പരിപാടികൾ അവരുടെ ഇടയിലും ഉണ്ട്. പക്ഷെ അവരെ അല്ല ഞാനിവിടെ കണക്ക് കൂട്ടുന്നത്. അവരും ജാതികളെക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവർ അല്ല. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അപ്പോൾ അകമേ യഹൂദനായ ഒരു യഹൂദന് ക്രൈസ്തവ സഭയിൽ ക്രിസ്തുവിന്റെ ശരീരമെന്ന നിലയിൽ രൂപാന്തരപ്പെടുന്നതിനുള്ള പ്രോസസ്സ് എത്ര ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതലുള്ള സ്തോത്രം വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലൂടെ ഒരു ജാതിയൻ
കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള സൂചനയാണ് റോമർ 15:15 സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മ നമ്മളെ അതിന് ശക്തീകരിച്ചെങ്കിലേ കഴിയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഞാൻ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ചിലർക്ക് ചില വിശദീകരണമൊക്കെ വേണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ യോഗം കഴിഞ്ഞിട്ട് നമ്മൾ ചില സഹോദരങ്ങൾ ഇച്ചിരി നേരം വർത്താനമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാളിൽ വി വിൽ ഹാവ് എ സെഷൻ. ചില സഹോദരങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം വെള്ളിയാഴ്ച നമുക്കൊരു 6:30 തന്നെ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ചുറ്റി അത് എനിക്ക് തോന്നേ 98% ഞാനാ പറഞ്ഞുകൊണ്ടിരുന്നത് ഓൾ ദീസ് ഡേയ്സ്. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് ഡേ ഐ വിൽ ടോക്ക് 2% ആൻഡ് യു വിൽ ടോക്ക് 98%. നമുക്കൊരു ചെറിയ ഫെലോഷിപ്പായിട്ട് ഒരു കുറച്ചും കൂടി നിങ്ങൾക്കൊരു ഇൻറ്ററാക്ഷന് കൂടുതൽ സമയം തരുന്ന, ഓഫ് കോഴ്സ് യു വിൽ ഹാവ് many points to raise. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയ ക്രമീകരണം ദൈവദാസന്മാർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് 6:30 തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു 8:30 ആകുമ്പോഴത്തേന് നമുക്ക് തീർക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ചർച്ച നമുക്ക് ആ ദിവസത്തേക്ക് മറ്റന്നാളത്തേക്ക് മാറ്റി വെക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സ്തോത്രം. കാര്യം മറ്റൊത്തിരിയും കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട്. അതാണ് ഈ ജാതികൾക്കുള്ള അവിശുദ്ധീകരണത്തിന് പണികളിൽ പോകേണ്ടത് കൊണ്ടാണ് ഇവിടെ ഞാൻ അന്നേരം സൂചിപ്പിച്ച ആഭരണം തുടങ്ങിയ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നവയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് നമുക്ക് മറ്റന്നാൾ നമുക്ക് കൂടുതലത് ചോദിക്കാനും ചർച്ച ചെയ്യാനും അവസരമുണ്ട്. തന്നെയല്ല, ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. മറ്റന്നാളിന് മുമ്പ് കർത്താവ് വന്നാൽ നമ്മൾ ആ ഒരുക്കത്തിലൊട്ടും കുറവ് വരതുകൊണ്ട് നമ്മളിൽ ആരെങ്കിലും ഈ ലക്ഷണം നോക്കുന്നവരോ ശകുനം നോക്കുന്നവരോ രാഹു നോക്കുന്നവരോ എൻ്റെ കൂടെ ഉണ്ടോ? ആഫീസ് തുടങ്ങുന്നത് 7:30 അപ്പം അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട്. 7 രാഹുവ. അതുകൊണ്ട് 6:30 അങ്ങ് പോയി 7 അങ്ങ് എത്തിയേക്കാം. അങ്ങനെ എനിക്കറിയാം, അങ്ങനെ പോകുന്നത് ചില ആളുകളെ അറിയാം. നമ്മളിൽ ആരും അങ്ങനെയുള്ളവരെ ഇല്ല. അല്ല, എന്നാലും ചിലപ്പം അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പം ഒരു പൂച്ച കുറുക്ക് ചാടി തിരിച്ചു കയറിപ്പോയി. അപ്പം അങ്ങോട്ട് വന്ന് ടാക്സി എടുത്ത് പോയേക്കാമെന്നും പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ കാണും പോകുന്നവരുള്ളൊരു പേടിയുള്ളവരുള്ളൊരു അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളൊന്ന് സ്തോത്രം മാറിയേക്കണം. സ്തോത്രം. എന്നിട്ട് നമ്മൾ നടത്തിപ്പെന്ന് പറഞ്ഞൊരു കള്ളത്തരം വാക്കും കൂടെ പറഞ്ഞു വെക്കും ചില ആളുകൾ. മനസ്സിലായില്ലേ? ഇന്ന് നടത്തിപ്പ് ചെയ്യല്ലേ. സ്തോത്രം. ബട്ട് ഈ രാഹു ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ മറ്റൊന്ന് നമുക്ക് വർത്താനം പറയാം. അപ്പം ഞാൻ ഇന്ന് ആ വിഷയവുമായിട്ട് അങ്ങ് മുമ്പോട്ട് പോയിക്കോട്ടെ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. മണവാളിന് വേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തിയ ഭാഗത്തുനിന്ന് ഇനി തുടരുകയാണ്. നിർത്തിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ചെറിയ ഹോംവർക്ക് തരികയാണെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും വായിച്ചോ ഇല്ലയോ? വീട്ടിൽ നിന്ന് ഫ്രീ ആയിരുന്നവർ കുറേ പേരൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ഇറ്റ് വാസ് എ ഹോളിഡേ ഫോർ മെനി. സോ യു വുഡ് ഹാവ് ഫൗണ്ട് ടൈം ടു റീഡ് ദാറ്റ് പോർഷൻ. അതായത് എസ്തേറിൻ്റെ പുസ്തകവും. എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കവിടെ എസ്തേർ അഹശ്വേരോഷിൻ്റെ മണിയറയ്ക്കായി ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. വസ്തി രാജ്ഞി, അവൾ സുമുഖിയായിരുന്നു. അവളുടെ സൗന്ദര്യം പ്രധാനികൾക്കും പ്രമാണികൾക്കും മുമ്പിൽ അവതരിപ്പിക്കാനായി, തൻ്റെ ഭാര്യ അത്ര കേമിയാണെന്നൊന്ന് കാണിക്കാനായി അഹശ്വേരോഷ് ആഗ്രഹിച്ചു. അവളെ രാജവസ്ത്രം ധരിപ്പിച്ച് ഇൻ ഓൾ പോംപ് ആൻഡ് ഗ്ലോറി ബ്രിങ് ഹെർ ടു ദി പാർലർ എന്ന് കൽപ്പനയിട്ടു. പക്ഷേ പ്രധാന പ്രഭുക്കന്മാർ മുഖാന്തരം കൊടുത്തയച്ച കൽപ്പന അവൾ നിരാകരിച്ചു. അവൾ അഹങ്കരിച്ചപ്പോൾ അവളെ രാജ്ഞിസ്ഥാനത്തുനിന്ന് മാറ്റി. രാജാവിൻ്റെ ആ കോപമൊക്കെ കഴിഞ്ഞപ്പം വസ്തി ഓർത്തപ്പോൾ അവൻ്റെ മനസ്സിൽ ചെറിയ വിഷമം. അപ്പം മറ്റ് പ്രഭുക്കന്മാർ നിർദ്ദേശം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. രാജാവിൻ്റെ വിശാലമായ രാജ്യം, ഹിന്ദുദേശം മുതൽ കൂശ് വരെയുള്ള വിശാലമായ രാജ്യം കിടക്കുകയല്ലേ. വസ്തിയേക്കാൾ എത്രയോ സുന്ദരികളായ സ്ത്രീകൾ ഈ രാജ്യത്തുണ്ടാവും. രാജാവിന് വേണ്ടി യുവതികളെ അന്വേഷിക്കാം. വരുന്ന വലിയ കൂട്ടം യുവതികളിൽ നിന്ന് രാജാവിന് ഇഷ്ടപ്പെട്ട ഒരാളിനെ യു ക്യാൻ ഹാൻഡ് പിക്ക് ദ യുടെ ചിറ്റപ്പന്റെ മകൾ ഹദസ എന്ന എസ്തേറിനും ആ കൂട്ടത്തിൽ സെലക്ഷനായി. എസ്തേർ രാജ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഹേഗായി എന്ന അന്തപുര പാലകൻ,
ഹേഗായി എന്ന അന്തപുര പാലകന്റെ പരിചരണയിലാണ് ഈ സ്ത്രീകൾ ഒരുക്കപ്പെട്ടിരുന്നു നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിന് 15-16 ഒന്ന് വായിച്ചാട്ട്. 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. എസ്തർ മകളായ എസ്തേറിനെ രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. കേട്ടോ, രാജാവിന്റെ അന്തപുര പാലകൻ ഷണ്ണനായ ഹേഗായി പറഞ്ഞതല്ലാതെ. ഇച്ചോടെ വായിച്ചു, ഇച്ചോടെ താഴ്ത്ത് വായിച്ചേ. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിന്റെ മതി നോക്കണം. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. സ്തോത്രം. നമ്മൾ ആ മേളത്തെ ഭാഗത്ത് വായിക്കുമ്പോൾ എസ്തേറിനെ കൂട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഹേഗായിക്ക് അവളോട് അവളെക്കുറിച്ച് നല്ല അഭിപ്രായം തോന്നിയിട്ട് അവൾക്ക് വേണ്ടതെല്ലാം കൊടുപ്പിച്ചു. 1 വർഷമാണ് അവര് പള്ളി അറയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഇതുപോലെ പ്രിയ ദൈവമക്കളെ, നമ്മൾ രാജാതിരാജാവായ കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ ഒരുങ്ങുന്ന പ്രോസസ്സാണ് ഏത്? വിശുദ്ധീകരണം. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാവരും കൂട്ടത്തിലുണ്ടല്ലോ. വിശുദ്ധീകരണം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു പ്രബോധനം നമുക്ക് അവിടുന്ന് ഉദാഹരണത്തിന് എടുക്കാമല്ലോ. എസ്തർ അവർ ഒരുങ്ങുന്നതിന് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആദ്യത്തെ 6 മാസം മൂറ് തൈലം കൊണ്ടുള്ള ശുദ്ധീകരണവും, 2ാമത്തെ 6 മാസം സുഗന്ധദ്രവ്യം കൊണ്ടുള്ള ശുദ്ധീകരണവും. അങ്ങനെയാണ് സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിനുള്ള വിധി അവർ നിയമിച്ചിരുന്നത്. ഈ നമ്മൾ വിചാരിക്കരുത് 21-ാം നൂറ്റാണ്ട് ജീവിക്കുന്ന നമ്മളെ ഉള്ളു മിടുക്കന്മാരെന്ന്. പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവർക്ക് മണ്ടന്മാരായിരുന്നുള്ള മട്ടിൽ ചിലപ്പോൾ ആളുകൾ പറയുന്നത് നോ നോ നോ, man of the ancient days was in no way inferior in intellect and innovation. നമ്മുടെ വല്യപ്പൂപ്പന്മാരായിരുന്ന ആളുകളൊന്നും BC-സിലൊന്നും ജീവിച്ചിരുന്നവരൊന്നും അത്ര മഠയന്മാരൊന്നും ആയിരുന്നില്ല. Even today the pyramids of Egypt stands as a monument of their skill and labor, skill and ability. താജ് മഹൽ ഒരു അത്ഭുതമായി തുടരുകയല്ലേ. ചൈനയിലെ വൻമതിൽ സ്പേസിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ആകെ ലോകത്തുള്ള ഏക സ്ട്രക്ചറാണല്ലോ അത്. അതൊക്കെ ആളുകളുടെ, അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ കഴിവിന് മകുടോദാഹരണമാണ്. അങ്ങനെ ഇങ്ങനെ കൺസ്ട്രക്ഷനിൽ മാത്രമല്ല, എല്ലാ മണ്ഡലത്തിലും വൈദ്യശാസ്ത്രത്തിലും അവർ വളരെ ബിരുദന്മാരായിരുന്നു, വളരെ മിടുക്കന്മാരായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ താളിയോല ഗ്രന്ഥങ്ങൾ തെരഞ്ഞ് ആയുർവേദത്തിൻ്റെയും മറ്റും രഹസ്യങ്ങൾ തേടി ഇപ്പം മോഡേൺ മാൻ, പുതിയ തലമുറ അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചികിത്സാ രീതിക്ക് വേണ്ടി. അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞ അവർ മണ്ടന്മാരാണ് നമ്മൾ വിചാരിക്കരുത്. ഇനി അന്നത്തെ കോസ്മെറ്റിക് ട്രേഡ് അവർക്ക് അന്നുകൊണ്ടായിരുന്നു. സൗന്ദര്യ സംവർദ്ധക സംവിധാനങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അതിലേക്കുള്ള ഒരു എത്തിനോട്ടം കാണാം. മറ്റു പല ചരിത്ര പുസ്തകങ്ങളിൽ നമുക്കതിന് തെളിവുകളുണ്ട്. അതായത് ഇന്നിപ്പോൾ കോസ്മെറ്റിക്സ് ഒക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ് കൂടുതൽ. പക്ഷെ അന്ന് അങ്ങനല്ല. പീപ്പിൾ were subjected to an extensive course of treatment whereby they in their person underwent a thorough change. ശരിക്കും മാറ്റത്തിന് വിധേയപ്പെടുകയാണ്. ഈ 6 മാസത്തെ മൂർതൈലവും 2ാമത്തെ 6 മാസത്തെ സുഗന്ധവർഗം കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ മൂർതൈലം കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് സമയത്ത് അതൊരു ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സിസ്റ്റംസിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണത്. കേൾക്കണേ, ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. ശരീരത്തിലെ സകല അഴുക്കും നീങ്ങത്തക്ക. അത് മൂറെന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഒരു മരുന്ന, കഴിക്കുന്ന മരുന്ന. ഈ കഴിക്കുന്ന മരുന്ന് കൊണ്ട് കഠിനമായ ഒരു പ്രോസസ്സിന് വിധേയപ്പെട്ടിട്ടാണ് ഈ മൂർതൈലം കൊണ്ടുള്ള ചികിത്സ അവസാനിക്കുന്നത്. അടുത്ത 6 മാസം സുഗന്ധദ്രവ്യം കൊണ്ടുള്ള ചികിത്സയാണ്. ഈ ചികിത്സാ രീതി കഴിഞ്ഞാൽ, നമുക്ക് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ധാരാളം തെളിവുകളുണ്ട്, കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിന്നെ കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കണ്ട. അവര് പെർസ്പിറേഷൻ ഉണ്ടായാൽ, വേർത്താൽ സുഗന്ധദ്രവ്യത്തിന്റെ മണമാ വരുന്നത്. ഓർത്തു നോക്കണം. അത്രമാത്രം ആളുകൾക്ക് രൂപാന്തരം വരുത്താൻ ആ ചികിത്സാ രീതി ഉപകരിച്ചിരുന്നു. 1 വർഷത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലായിരുന്നു. ഞാനത് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനിപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാനായിട്ട് സാധ്യത ഇല്ലാതില്ല. അതുകൊണ്ട് ഞാനൊന്ന്
ചിലക്കെങ്കിലും ഇങ്ങനെയാണോ എന്നൊരു സംശയം ചിലപ്പോൾ തോന്നി. ഞാൻ ഒന്ന് വിശദീകരിച്ചോട്ടെ, മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മളുടെ ബോഡി ഓർഡറിന്മേൽ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാമല്ലോ. എവ്രിബഡി ഹാസ് എ പെക്യൂലിയർ ഇൻഡിവിജ്വൽ എക്സ്ക്ലൂസീവ് ബോഡി ഓർഡർ. അതുകൊണ്ടാണല്ലോ പോലീസ് നായ്ക്കൾക്ക് കള്ളനെ പിടിക്കാൻ നോക്കുന്നത്. കാര്യം നമ്മുടെ കഴിവ് കുറവാണ്. നമ്മുടെ തലച്ചോറിന് നമ്മുടെ 3/4 പേരുടെയും കഴിവ് കുറവായതുകൊണ്ട് നമുക്ക് കൂടി വന്നാൽ ഒരു 100 സ്പെസിഫിക് സ്മെൽസ് പിടിക്കാൻ കഴിയും. പക്ഷെ നായ്ക്ക് അതിനുള്ള കഴിവ് വളരെ കൂടുതലായതുകൊണ്ട് അവന് വേണമെങ്കിൽ ഒരു 10,000 ഡിസ്റ്റിങ്ക്റ്റ് സ്മെൽസ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ അവന് കഴിയും. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ബോഡി സ്മെൽ ഉണ്ട്. ആ ഇൻഡിവിജ്വൽ ബോഡി സ്മെൽ is dependent much on the type of food and living habit. മനസ്സിലായല്ലോ? ഭക്ഷണം കഴിക്കുന്നത് അതാണല്ലോ. മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. ഈ കടൽ തീര പ്രദേശങ്ങൾ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഒരു മീൻ്റെ മണമുണ്ട്. എത്ര ഒരുങ്ങി എത്ര ഇത് വന്ന് ഇവിടൊക്കെ വന്ന് കുറച്ച് ഇങ്ങനെയൊക്കെ വന്ന് താമസിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റിൽ ദേ ഹാവ് ദാറ്റ് ഫിഷി സ്മെൽ അറൗണ്ട് ദം. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ ചാള പെരുകുമ്പം നല്ല ടേസ്റ്റി ആൻഡ് വെരി ഹെൽത്തി ഫിഷ് ഇറ്റ് ഈസ്. അത് കഴിച്ചാൽ കൂടുതൽ തിന്നാൽ കൂടുതൽ നല്ല എനിക്ക് നോർമലായിട്ട് കഴിച്ചാൽ പോലും പെർസ്പിറേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്ക് എന്നോട് ദേഷ്യം വരുന്നില്ല. ചിലപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവരെയും കാണാവുന്നുണ്ട്. ചിലപ്പം ഞാൻ ചിലതൊക്കെ പറയുമ്പോഴത്തേക്കും ചിലക്ക് ദേഷ്യം വരുന്നതൊക്കെ എനിക്ക് ചുവ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിശദീകരണമൊക്കെ പറയേണ്ടി വരുന്നത്. ദേഷ്യം മാറണം. എനിക്കാണെങ്കിലും അങ്ങനെ ഞാൻ അന്നേരം ചിലപ്പോൾ അങ്ങ് ചോദിച്ചൊന്നും വരും. എൻ്റെ സ്വഭാവം അതായതുകൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നവരെ എനിക്ക് വലിയ സന്തോഷമാണ്. ഇതൊന്നും ഇങ്ങനെ ഇല്ലാത്ത പോലെ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതോടൊന്നും എനിക്ക് സംശയം ആയിപ്പോകും. അതുകൊണ്ടാണ് ഈ സ്തോത്രം. അപ്പം നോക്കണേ, ആദ്യത്തെ 6 മാസത്തെ പ്രോസസ് കഠിനമായ പ്രോസസ്. രണ്ടാമത്തെ 6 മാസത്തെ പ്രോസസ് മൂർതൈലവും പിന്നെ സുഗന്ധ ദ്രവ്യവും കൊണ്ട് സ്തോത്രം ശുദ്ധീകരണം കഴിയുക. ഇതുപോലെ കേട്ടോ നമ്മളുടെ പഴയ മനുഷ്യനെ മൂർതൈലം കൊണ്ടുള്ള ശുദ്ധീകരണം പോലെ ശരീരത്തിനൊരു പ്രോസസ് ഓഫ് പ്യൂരിഫിക്കേഷൻ നമുക്കുണ്ടാകണം. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും? സ്തോത്രം. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. സൈഡ് ബൈ സൈഡായിട്ട് തന്നെ സുഗന്ധദ്രവ്യം കൊണ്ടുള്ള ചികിത്സയും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ സ്തോത്രം ദൈവിക ഗുണങ്ങൾ സ്തോത്രം നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ മറക്കരുത് കേട്ടോ. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം ഒന്ന് എടുത്തേ. അതിനകത്ത് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടവരുന്നു. കേട്ടോ എന്റെ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ കണ്ടത് എന്താണ്? ഇവയാൽ നമ്മൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, അടുത്ത വാക്ക് കണ്ടോ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. We are being transformed by the Spirit of God to be partakers of the divine nature of God Himself. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ ആരാകുക? കൂട്ടാളികളാകുക. അതുകൊണ്ട് ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. പക്ഷെ പലപ്പോഴും ആദ്യം ചിന്തിച്ചോർക്കണേ, ലോകത്തിൻ മോഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അതെങ്ങനെയും സാധിച്ചെടുക്കാനുള്ള ഉപാധിയായിട്ടാണ് ആത്മീയരെ കാണുന്നത് എന്നുള്ള ഒരു വിരോധാഭാസമായി തോന്നുന്നില്ലേ? Doesn't it sound a paradox that many of our spiritual activities are aimed at attaining all greedy desires? Hope you are with me. സ്തോത്രം. അതാണ് ഇന്ന് നമ്മൾ നടത്തുന്ന ഒട്ടുമുക്കാലും യോഗം. നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ച് ഇന്ന് ബെസ്റ്റ് സെല്ലേഴ്സ് ഓൺ ദ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാൾസ്, ബെസ്റ്റ് സെല്ലേഴ്സ് എല്ലാം എടുക്കുന്ന
ഈ ഒരു അസുഖം നിനക്ക് വരത്തില്ല, നിന്റെ ഭൗമികമായ നേട്ടം വരാൻ കേഴ്സുണ്ട്, അതിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, അതിനുള്ള സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടോ? കേഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ, നേട്ടം ഉണ്ടാക്കാൻ, ബിസിനസിന് തകർച്ച വരുന്നത് എങ്ങനെ ഓവർകം ചെയ്യാം, ടിപ്സ് ടു ഗെറ്റ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി. സ്പിരിച്വാലിറ്റി. I am really sad that Christian ministers have stooped to that level. എന്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. ദേഷ്യം ഉണ്ടാകുന്നെങ്കിൽ പറയണേ. നമ്മളുടെ കൂടിവരവുകൾ ആത്മീയ ഉയർച്ചയ്ക്കുള്ള സന്ദർഭങ്ങളല്ല, ഭൗമിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ചെപ്പടി വിദ്യകളായി തരം താഴാൻ പാടില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ ബിസിനസ്സിൽ മോളിക്കൊണ്ടുപോകാനല്ല. ഇന്നലെ ഞാൻ ഈ പറഞ്ഞപ്പോൾ, പ്രവചനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു കാണും. എനിക്ക് അതിന് ഇച്ചിരി കാര്യം അത്യാവശ്യമായിട്ടുള്ള ഒരു ചെറിയ കാര്യം പറയാനുണ്ട്, അതും കൂടെ പറഞ്ഞു പോകാം. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പേരും അഡ്രസ്സും തരികയും, കേൾക്കുന്നുണ്ടേ, ചെറുക്കന്റെ പേരും അഡ്രസ്സും തരികയും ഒന്നും അല്ല പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. ഇന്നലെ വേച്ചാനില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ പ്രവചനത്തെ കുറിച്ച് ഇച്ചിരി കാര്യം പറഞ്ഞായിരുന്നു. കേൾക്കണേ, അതൊന്നുമല്ല. നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായ ഭൗമിക വിഷയങ്ങൾ നമ്മളെ ഗൈഡ് ചെയ്യും. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കണിയാന്റെ പരിപാടിയുടെ വേറൊരു രൂപമല്ല പ്രവചന ശുശ്രൂഷ. മറ്റന്നാള് ശരിക്കും നിങ്ങളെ പൊരിക്കുന്നുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ആയിക്കോട്ടെ, ശ്രദ്ധിക്കണേ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് കണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയല്ല, പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നതും ആ വരവും നമ്മളെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കാനാണ്. സ്തോത്രം. മറക്കരുത്. പ്രവചനത്തിന്റെ ഏതാണ്ട് 9 പ്രത്യേകതകൾ നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. അത്രയും പ്രത്യേകതകളുള്ള പ്രവചനങ്ങളെല്ലാം എടുക്കണം. ഒരു ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നിഷേധിച്ചിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഇന്നും ഉണ്ട്. 5 വിധ ശുശ്രൂഷകാ വൃന്ദവും ഇന്നും സഭയിലുണ്ട്. കാരണം സഭ ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഏത് കാലഘട്ടത്തിലും 20 നൂറ്റാണ്ട് 21 നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന സഭയെ ഒരു ശരീരമായിട്ട് കർത്താവ് കാണുന്നതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ കൊടുത്തിരുന്ന എല്ലാ ശുശ്രൂഷകളും ഇന്നും സഭയ്ക്ക് ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് അതെല്ലാം എന്തിനു വേണ്ടിയാ? നമ്മളെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ്. എസ്തേറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കതൊരു ഉദാഹരണം ഇവിടെ കാണാൻ കഴിയും. 6 മാസം മൂർതൈലവും 6 മാസം സുഗന്ധവർഗവും കൊണ്ടുള്ള ശുദ്ധീകരണം എസ്തേർ വിധേയപ്പെട്ട പോലെ കഠിനമായൊരു പ്രോസസ്സാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്ന് വിധേയപ്പെടാൻ നമുക്ക് മനസ്സുണ്ടോ? കളയാനുള്ളതൊക്കെ കളഞ്ഞ്, സ്തോത്രം, ചേർക്കാനുള്ളതൊക്കെ ചേർക്കുക. ഈ സുഗന്ധദ്രവ്യം കൊണ്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞതുപോലെയാണ് ആ ദിവ്യ സ്വഭാവത്തിൽ നമ്മളെ കൂട്ടാളികളാക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണേ, അങ്ങനെ ആ ട്രീറ്റ്മെന്റിന് വിധേയപ്പെട്ട ഒരാൾ, ഞാൻ പറഞ്ഞല്ലേ, എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ when they perspire, അവരെ വേർക്കുമ്പോൾ സുഗന്ധം പരക്കുക. സുഗന്ധം പരക്കുക. പരമാർത്ഥമായും അവിശുദ്ധീകരണത്തിൽ മുന്നേറുന്ന ഒരു ദൈവ പൈതൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ പെരുമാറ്റം, അവന്റെ വാക്കുകൾ, അവന്റെ പ്രതികരണമൊക്കെയും കർത്താവിന് മഹത്വമാകുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, ഇതെങ്ങനെ സാധിക്കും എന്ന ആളുകൾ അത്ഭുതപ്പെടുമാറ്, സ്തോത്രം, ദൈവം തന്റെ ഭക്തന്മാരെ രൂപാന്തരപ്പെടുത്തുകയാണ്. നമ്മുടെ സാഹചര്യത്തെക്കാൾ നമുക്കുള്ള രൂപാന്തരത്തിലാണ് ദൈവത്തിന് താല്പര്യമെന്ന് മറക്കരുത്. നമുക്കതിന് താല്പര്യമുണ്ടോ? പക്ഷെ നമുക്ക് പലപ്പോഴും താല്പര്യം നമ്മുടെ കാര്യം ശരിയാക്കി കിട്ടുക എന്നുള്ളേ ഉള്ളൂ. നോ, സാഹചര്യങ്ങളല്ല, വ്യക്തിക്കാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, അമ്മയപ്പന്മാരാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ വീടും ഉണ്ടാക്കി സ്വിസ് ബാങ്കിൽ അക്കൗണ്ടും ഉണ്ടാക്കി വെച്ചേക്കാനാണോ ഒരമ്മയും അപ്പനും വിചാരിക്കുന്നത്? അതോ ആ കുഞ്ഞിനെ ജീവിതത്തിന് ഏത് സാഹചര്യവും അഭിമുഖീകരിക്കാൻ സമർത്ഥനാക്കുകയാണോ? മനസ്സിലായല്ലോ? സ്തോത്രം. കൊച്ചിനെ പഠിപ്പിക്കാൻ വിടാതെ സ്വിസ് ബാങ്കിൽ അവൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടേക്കുന്നതിനേക്കാൾ നല്ലത് ആ കുഞ്ഞിനെ പഠിപ്പിക്കുക. മനസ്സിലായോ? ഐ ഹോപ്പ് ഐ മേക്ക് മൈ സെൽഫ് ക്ലിയർ ഇനഫ്.
അവൻ പഠിച്ചവൻ സമർത്ഥനാകട്ടെ. അല്ലാതെ അവന് വേണ്ടി മെത്ത വിരിച്ചിടുന്നതല്ല. സ്തോത്രം. അവനെ ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്നതാണ് പ്രധാനം. മണ്ടന്മാരായ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ദൈവം തന്റെ മക്കളെ കുറിച്ച് എത്ര അധികം. സ്തോത്രം. ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാക്കി വെക്കുന്നതിനേക്കാൾ നമ്മളെ രൂപാന്തരം. അതാണ് എസ്തേർ. മറ്റേ ഹേഗായി പറഞ്ഞതല്ല. എന്നിട്ട് മാത്രമല്ല, നമ്മളവിടെ വായിക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ നോക്കിയേക്കണം. അതായത് അന്തഃപുരം മുതൽ രാജധാനിയോളം കൊണ്ടുപോകാൻ ഇവൾ എന്തോ ചോദിച്ചാലും കൊടുക്കും. എന്തു ചോദിച്ചാലും കൊടുക്കും. ഓരോരുത്തരൊക്കെ എന്തൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സകലവും ചോദിക്കും. ഭയങ്കര ജാട ഒക്കെ ചോദിക്കുമായിരിക്കും. എല്ലാം കൊണ്ട് വലിയ ആർഭാടമായി ധാടിമൂടിയോടെ അന്തഃപുരത്തിലേക്ക് അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദിവസമാണ് പോവുക. പക്ഷേ എസ്തേർ എന്ത് ചെയ്തു? എസ്തേർ ഹേഗായി പറഞ്ഞതല്ലാതെ ഒന്നും ചോദിച്ചില്ല. എസ്തേർ ബുദ്ധിയുള്ളവളാ. കാര്യം എസ്തേറിന് അറിയാം അഹശ്വേരോശിന്റെ മനസ്സറിയാവുന്നയാളാ ഹേഗായി എന്ന്. ഹേഗായി knows the likes and dislikes of the king. സ്തോത്രം. രാജാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ സംബന്ധിച്ച് ഹേഗായിക്ക് നല്ല നിശ്ചയമുണ്ടെന്നുള്ളത് എസ്തേറിന് അറിയാവുന്നത് കൊണ്ട് ഹല്ലേലൂയ. കേക്കണേ, അഹശ്വേരോശിന്റെ ഹൃദയത്തിൽ കടന്നുകൂടാൻ അവൾ എങ്ങനാ ചെല്ലേണ്ടെന്നുള്ളത് ഹേഗായിക്കറിയാം. മനസ്സിലായോ? അതുകൊണ്ട് ഹേഗായി പറഞ്ഞത് മാത്രമേ അവള് ചോദിച്ചുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രാർത്ഥന കണ്ടാൽ നമ്മളുടെ ആത്മീയ നിലവാരം അറിയാം. നമ്മളുടെ പ്രാർത്ഥനാ വിഷയം കേട്ടാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ആത്മീയ നിലവാരം അറിയാം. ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു. 50 വാചകം പ്രാർത്ഥിച്ചതിൽ 45 ഭൗമിക വിഷയങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ലായിരുന്നു. നമുക്കൊരു മാറ്റം വരണേ. ഹേഗായി അതുപോലാണ് പരിശുദ്ധാത്മാവ്. ഹേഗായി എസ്തേറിനെ അഹശ്വേരോശിന് വേണ്ടി ഒരുക്കിയതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുക. ദൈവത്തിന്റെ തിരിഹിതം എന്താണെന്നുള്ളത്, ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നവൻ ആരാ? പരിശുദ്ധാത്മാവ്. സ്തോത്രം. മനുഷ്യനിലുള്ളത് എന്തെന്ന് അവനുള്ള മനുഷ്യാത്മാവാണ് അറിയുന്നത്. അതുപോലെ ദൈവത്തിലുള്ളത് എന്തെന്ന് സ്തോത്രം ആരറിയുന്നു? ദൈവാത്മാവ് അറിയുന്നത് കൊണ്ട് ദൈവാത്മാവിന്റെ തിരുഹിതപ്രകാരം വേണം നമ്മളുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. Give yourself over to the Holy Spirit that he may do the needful corrections, additions, deletions. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ that the Spirit of God wants to be chopped off, let him chop off. ചെത്തിക്കളയട്ടെ. സ്തോത്രം. കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കട്ടെ. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാ. സ്തോത്രം. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതൊരു നല്ല ഒരു ഉദാഹരണമാണ്. അപ്പം ഒരു കാര്യം മറക്കരുത്, ദൈവത്തിന്റെ അനാദിയിലെ നിർണയത്തിന്റെ നിവൃത്തീകരണത്തിനുള്ള ചുവടുകൾ, അതിനുള്ള ഉദാഹരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഈ പുസ്തകത്തിൽ ഉള്ളൂ. അത് എസ്തേറിന്റെ ആയാലും രൂത്തിന്റെ ആയാലും മോർദെഖായിയുടെ ആയാലും അബ്രഹാമിന്റെ ആയാലും ഇസാക്കിന്റെ ആയാലും ആരുടെ ആയാലും. സ്തോത്രം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടാത്തതൊന്നും ദൈവ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. വെൽ, റെബേക്കായെ നമുക്ക് മറ്റൊരു ഉദാഹരണമായി കാണാം. സ്തോത്രം. നേരിട്ടാണ് ഞാൻ പിന്നെ അത് വിശദീകരിച്ചു തരാം. എനിക്കത് ഞാൻ വിഷയം തീരാതെ വരുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, അടുത്തത് സ്തോത്രം നമ്മുടെ വിശുദ്ധീകരണത്തിനായി വെച്ചിരിക്കുന്ന മറ്റൊരു ഉപാധിയാണ് ശുശ്രൂഷകന്മാർ. ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ നമ്മുടെ വിശുദ്ധീകരണത്തിനായി വെച്ചിരിക്കുന്ന ഉപാധിയാണ്. ശുശ്രൂഷകന്മാർ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന ദാനമാണ്. ബാക്കി ഒന്ന് വായിച്ചേച്ചാട്ടെ. എഫേസ്യ ലേഖനം 1
4-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള ഭാഗം ഒന്ന് വേഗം വായിച്ചാട്ടെ. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും. കേട്ടോ, മറക്കല്ലേ, ദൈവമക്കളുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കായി ഇവരെയൊക്കെ വെച്ചേക്കുന്നത്. വായിച്ചോ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിക്കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുചെല്ലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. കേട്ടോ, അങ്ങോട്ട് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ടും അല്ല. പുസ്തകത്തിൽ യഹോവ ഇപ്രകാരം അളിച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതിൽ ഉറച്ചു നിൽക്കണം. സ്തോത്രം. ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകണം. ആ വളർച്ചയ്ക്ക് നമ്മെ ശുശ്രൂഷിക്കുന്ന സ്തോത്രം ശുശ്രൂഷക വൃന്ദം നമ്മുടെ വിശുദ്ധീകരണത്തിനായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത്. ചാടിക്കരയും ശുശ്രൂഷകന്മാരാകല്ല, പരിശുദ്ധാത്മാവ് നിയമിക്കുകയാണ്. സ്തോത്രം. എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ട്, ഗൾഫിലുള്ള നിങ്ങൾ, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണേ, എന്നോട് ക്ഷമിക്കുകയും വേണം. ഗൾഫിലുള്ള സഹോദരങ്ങൾ ചിലപ്പം ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകന്മാർ ഒത്തിരി പേര് അവർ തങ്ങളെ തന്നെ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് അങ്ങ് തോന്നുന്നത് കൊണ്ട് ദൈവം സഭയ്ക്ക് തന്ന ദാനം എന്നതിനേക്കാൾ ദൈവം സഭയുടെ മേൽ വെച്ചൊരു ഭാരമാണെന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ സാധ്യത ഇല്ലാതില്ല. ഉണ്ടെന്നും പറ്റും ഞാൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷേ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ, സ്തോത്രം, അവര് സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ദാനമാണ്. നമ്മുടെ വിശുദ്ധീകരണത്തിനായി ദൈവം നിയമിച്ചിരിക്കുന്ന ഉപാധികളിൽ, സ്തോത്രം, ഒരു പ്രധാന ഉപാധിയാണ് ശുശ്രൂഷക വൃന്ദം എന്ന കാര്യം നമ്മൾ മറക്കരുത്. സ്തോത്രം. അതുകൊണ്ട് ചില വാക്യം കൊണ്ട് ഒന്ന് വായിച്ചാൽ ഒന്നുകൂടെ ഒന്ന് ഉറയ്ക്കുമല്ലോ. 1 കൊരിന്തി 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. സോറി. സകലവും നിങ്ങൾക്കുള്ളത്. നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയാണ് പൗലോസിനെയും അപ്പൊല്ലോസിനെയും കേഫാവിനെയും ഒക്കെ. മനസ്സിലായില്ലേ? എല്ലാരെയും നിയമിച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? സഭയ്ക്ക് വേണ്ടി. സഭയ്ക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നിയമിച്ച ശുശ്രൂഷകന്മാർ സഭയുടെ ആത്മീക പുരോഗതിക്കായി ദൈവം നിയമിച്ചിരിക്കുന്നവരാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരപ്പോ എന്ത് ചെയ്യുന്നവരായിരിക്കും? ഇപ്പൊ ശുശ്രൂഷകന്മാരെ തിരിച്ചറിയാൻ ഇവിടെ നമുക്ക് ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. പരിശുദ്ധാത്മാവ് നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ ആത്മീക വർധനവിന് ഉതകുന്ന ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും. മനസ്സിലായില്ലേ? ഭൗമിക നേട്ടത്തിനുള്ള ഫോർമുല പറയുന്നവരല്ല, ലൗകികതയിലേക്കും ദ്രവ്യാഗ്രഹത്തിന്റെ വഞ്ചനയിലേക്കും കുടുക്കിക്കളയുന്നവർ അല്ല. ക്രിസ്തുവിന്റെ സഭയുടെ ആത്മിക വർധനവിന്, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, സ്തോത്രം, ഉപദേശത്തിന്റെ നാനാകാറ്റിനാൽ അലഞ്ഞുഴലാതെ ഉപദേശത്തിന്റെ കൃത്യതയിൽ അവരെ ഉറപ്പിച്ച് ബോധിപ്പിച്ച് പ്രബോധിപ്പിച്ച് വഴി നടത്തുന്നവരാണ് യഥാർത്ഥ പരിശുദ്ധാത്മ നിയമിച്ച ശുശ്രൂഷകന്മാർ. ഇതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പ്രവചനം ആത്മീയവർത്തന ഉതകുന്നതേ ഉള്ളൂ ദൈവം തരുന്ന പ്രവചനം എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതെ. അപ്പൊ ഈ ഒരു ചെറിയ കാര്യം ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു, ഞാനങ്ങ് മറന്നു പോകും. അതുകൊണ്ടേ ഞാനിങ്ങനെ പ്രവചന ശുശ്രൂഷയെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞപ്പോൾ എല്ലാ പ്രവചനത്തെയും പ്രവാചകന്മാരെയും എടുക്കാൻ കഴിയാത്ത ഒരു നിലയിൽ നിങ്ങൾ പറഞ്ഞല്ലോ. ശരിയാണ്, സമ്മതിച്ചു. അപ്പൊ എന്തിനെ ശോധന? അതെ, ശോധനയിട്ട് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ സംശയദൃഷ്ടിയോടെ ഏതെങ്കിലും ഒരു പ്രവചന ശുശ്രൂഷയെ കണ്ടാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമായി തീരുകയില്ലേ? മനസ്സിലായില്ലേ?
വ്യക്തമായില്ലേ? പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമായി തീരുകയില്ലേ? അപ്പം പ്രവചന ശുശ്രൂഷയെ നമ്മൾ യഥാർത്ഥത്തിൽ പ്രവചന വിലയിരുത്തുകയും പിന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളുകയൊക്കെ ചെയ്താൽ അതിനെയും പരിശുദ്ധാത്മാവിനാൽ വല്ലതും ആണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമായി തീരുകയല്ലേ? പിന്നെ ജീവിച്ചത് കൊണ്ട് ഒന്നും ഒരു വിഷയമില്ല. അവർ ഇവിടെയും ക്ഷമിക്കുകയല്ല, പിന്നെ വരുവാനുള്ളതിലും ക്ഷമിക്കുകയല്ല. വായിച്ച വാക്യം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. കേട്ടോ? ആത്മാവിന് നേരെയുള്ള ദൂഷണമോ അത് ഇവിടെയും ക്ഷമിക്കല്ല, ഒരാളും ക്ഷമിക്കല്ല എന്ന് ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. ശരി, അതായിട്ട് വായിച്ചു വന്നിട്ട് വായിച്ചു. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. കേട്ടോ? ഈ ലോകത്തിലും ക്ഷമിക്കുകയില്ല, വരുവാനുള്ളതിലും ക്ഷമിക്കുകയില്ലെങ്കിൽ പിന്നെ പ്രിയ ദൈവമക്കളെ, പിന്നെ എന്നാ പിന്നെ എന്തേലും അവർ ചെയ്തു പൊക്കോട്ടെ, ഇതിനെക്കുറിച്ച് സംശയിക്കാൻ പോകാതിരിക്കുകയല്ലേ ഭേദം. നല്ല പേര് ജീവിച്ചത് കൊണ്ടൊരു വിഷയമില്ല, നിത്യത്തെ അപകടത്തിലാക്കുന്ന കാര്യമല്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെ വിചാരിച്ച ആളുകൾ എന്ത് ചെയ്യുകയാണ്? വളരെ പേടിച്ചിങ്ങനെ കഴിയുക. എന്താ ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമെന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. എന്താ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം? കർത്താവിന്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രവചനം ഇത് നമ്മൾ വായിച്ചില്ലേ? തെസ്സലോനിക്കർ 1-5-21 വാക്യങ്ങൾ. പ്രവചനം തുച്ഛീകരിക്കണ്ട, പിന്നെ സകലവും ശോധന ചെയ്ത് നല്ലത് മാത്രം മുറുകെ പിടിച്ചോണം. തന്നെയല്ല 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഏതാത്മാവിനെയും വിശ്വസിക്കരുത്, ശോധന ചെയ്തോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശോധന ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. മാത്രമല്ല ഇനിയും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്താണെന്ന് ഞാൻ പറയാം. ഏതായാലും എളുപ്പവഴി പറയാൻ നോക്കട്ടെ. ഏതായാലും അത് ഇവിടെയും ക്ഷമിക്കത്തില്ല, വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല. അപ്പം വരുവാനുള്ളതിൽ ക്ഷമിക്കപ്പെടാത്ത പാപമുള്ള ഒരാൾ സ്വർഗത്തിൽ പോവോ? പറ. എന്താ മിണ്ടാത്ത നിങ്ങൾ? പോമോ? ഇല്ല. അപ്പം ക്ഷമിക്കപ്പെടാത്ത പാപമുള്ള ഒരാൾ സ്വർഗത്തിൽ പോകും. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം നരകത്തിൽ പോകാൻ കാരണമാകും, ഇല്ലേ? പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ചെയ്യുന്നവൻ നരകത്തിൽ പോകും. നരകത്തിൽ പോകാൻ ഒരൊറ്റ കുറ്റമേ ഉള്ളൂ. ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിപ്പിച്ചില്ലേ? കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചില്ല, ബാക്കിയെല്ലാം ക്ഷമിക്കും. ബാക്കി ഒന്നുകൂടി വായിച്ചേര്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. 17, 18, 19. ലോകത്തെ ദൈവം സ്നേഹിച്ചു, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. വായിച്ചോളൂ. അവനിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായിക ന്യായവിധി വന്നു കഴിഞ്ഞു. വായിച്ചോളൂ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത്. കേട്ടോ? ന്യായവിധി എന്താണ്? വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാ. അതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ വെള്ളസിംഹാസനത്തിങ്കിൽ ന്യായവിധി കാണാം. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം മറ്റു പുസ്തകം തുറന്നു, പുസ്തകങ്ങൾ എഴുതിനത്തോളം ന്യായവിധി ഉണ്ടായി. താഴെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്തു. ഇപ്പൊ ജീവപുസ്തകത്തിൽ പേരില്ല എന്നുള്ളതാണ് നരകത്തെ പോകാനുള്ള ഏക കാരണം. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, സ്തോത്രം, അവന്റെ കർത്തൃത്വത്തിൽ ജീവിക്കാനായി തന്നെ ഏൽപ്പിക്കുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കർത്താവായി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അത് വാഗുണ്ടെന്ന് പറയുന്നതുകൊണ്ട് തീരുന്ന പരിപാടിയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം മാർക്കല്ലേ? സ്തോത്രം. ഒരു പെങ്കൊച്ച് ഒരു പുരുഷന് കൈ കൊടുത്ത് പരസ്യമായി ഞാൻ നിങ്ങളെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവളെ ഇഷ്ടം പോലെ പോകാനൊക്കെയല്ല. ഭർത്താവായി സ്വീകരിക്കുന്നു പറഞ്ഞാൽ പിന്നെ അവന്റെ കൂടെ ജീവിക്കുന്നത്. ഇവിടെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടത്തിന് പോകാതെ അവന്റെ കൂടെ തന്നെ അവനെ ശുശ്രൂഷിച്ചും അവനെ സ്നേഹിച്ചും, സ്തോത്രം, അവനോട് മാത്രം ചേർന്നിരിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അതുവരെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ ലോയൽറ്റീസും മാറ്റി, അഫെക്ഷൻസും മാറ്റി, അറ്റാച്ച്മെന്റ്സ് എല്ലാം മാറ്റി. ഈവൻ ദ പേഴ്സണൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അണ്ടർഗോ എ തറോ ചേഞ്ച്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പോലും വ്യത്യാസം വരുത്തുക, അല്ലേ? ഇവൻ എനിക്കറിയാം, ഉടയാടകളിൽ പോലും, ഇവൻ ഹെയർ സ്റ്റൈലിൽ പോലും ഭർത്താവിന്റെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പെൺകുട്ടികൾ തയ്യാറാകും. തിരിച്ചും. മനസ്സിലായില്ലേ? സ്തോത്രം.
പെൺകുട്ടിയുടെ താല്പര്യം അനുസരിച്ച് പുരുഷന്മാരും തയ്യാറാവും. അപ്പൊ നോക്കണേ, അപ്പോൾ അവനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട, അവന്റെ താല്പര്യത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം മരണം വരെ. അല്ലേ അല്ലേ അല്ലേ? അതിനുള്ള തുടക്കം എവിടാ? നിങ്ങളെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്നുള്ള ഒറ്റ വാക്കാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഭർത്താവെന്നല്ല, കർത്താവേ, എന്റെ യേശുവിനെ എന്റെ കർത്താവായും എന്റെ രക്ഷിതാവായും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ. That is a lifelong commitment. Not only lifelong, something that affects your whole eternity. സ്തോത്രം. അങ്ങനെയെങ്കിൽ അവിടെ മുതലേ കർത്താവിനായി അങ്ങനെ ജീവിക്കുന്ന ഒരാളാ. അല്ലെ കർത്താവിനെ കളിയാക്കുക, കർത്താവ് ജീവിക്കുന്നു പറഞ്ഞു തോന്നിയാലേ പോയാൽ. മനസ്സിലായില്ലേ? നിങ്ങളെ എൻ്റെ ഭർത്താവ് ജീവിക്കുന്നു പറഞ്ഞേച്ച് വെളിയിലോട്ട് ഇറങ്ങിച്ച് അവിടെ ഇഷ്ടം പോലെ പോയാൽ, അവള് എൻ്റെ പഴയ കൂട്ടുകാരൻ, അവൻ ബൈക്കേ വന്നു, ഞാൻ പതുക്കെ വി ഹാവ് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ എന്തോരുന്നു കളിയാക്കുമല്ലേ. ഞാൻ അങ്ങനെ ഒരു സംഭവം ഈ അടുത്ത സമയത്ത് തൊട്ട്, ഐ വാണ്ടഡ് ഇറ്റ് ടു ബി എ ലിറ്റിൽ ബിറ്റ് ഡ്രമാറ്റിക് എന്ന് ആ കൊച്ചു പിന്നെ ദൂരെ നിന്ന് അവരുടെ വീട്ടുകാരെ ഫോൺ ചെയ്ത് പറഞ്ഞു, വാണ്ട് ഇറ്റ് ടു ബി എ ലിറ്റിൽ ബിറ്റ് ഡ്രമാറ്റിക്. കൊള്ളാം, തമാശ. നമ്മളും അങ്ങനെയാണെങ്കിൽ കർത്താവിനെ കളിയാക്കുന്ന പോലല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞേച്ച് തുടർന്നുള്ള ജീവിതം അതിനനുസരിച്ചായിരുന്നോ കർത്താവായി സ്വീകരിക്കുന്നു പറഞ്ഞേച്ച്? അല്ലെങ്കിൽ ഇന്ന് രാത്രി, സ്തോത്രം, ഒന്ന് മടങ്ങി വരണേ. ചിലപ്പോൾ അബദ്ധങ്ങളോ ദൗർഭാഗ്യവശാൽ ചില തെറ്റുകളോ ജീവിതത്തിൽ വരാം. പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പേ ക്രമീകരിച്ചേ ഉറങ്ങാവൂ. ഡോണ്ട് സ്ലീപ്പ് ഓവർ എനി സിൻ. ഒരാൾ പറഞ്ഞത്, സ്ലീപ്പിംഗ് ഓവർ എ സിൻ ഈസ് ലൈക്ക് സ്ലീപ്പിംഗ് ഓവർ എ കോബ്ര. സപ്പോസ് when you entered your bedroom, പേടിക്കല്ലോ കേട്ടോ, a cobra is, a venomous snake is coiled up on the bed there. I am too tired to chase it out or kill it. And looking around, there is no stick around. മനസ്സിലായോ? അതവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കോണി കിടക്കുവോ? അല്ലേ ഒരു കൊച്ചു പാമ്പും കുഞ്ഞ, മൂക്കൻ്റെ കുഞ്ഞ, കൊഞ്ഞല്ലേ അവിടെ ഇരുന്നോട്ടെ പറയുമോ? കൊച്ചു പാവല്ലേ, കൊച്ചൊക്കെ നാളെ കൈകാര്യം ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? No. Don't sleep over a sin. He is an insane man who sleeps over a venomous snake. Well, അങ്ങനെ കർത്താവിനായിട്ട് ജീവിക്കണം. പിന്നെ ജീവപുസ്തകത്തിൽ എഴുതിയ പേര് മായ്ച്ചു കളയുമെന്ന് ചോദിച്ചാൽ മായ്ച്ചു കളയുന്ന പുസ്തകത്തിലുണ്ടല്ലോ, മായ്ച്ചു കളയും. വെൽ, ഞാൻ വലിയ വിഷയത്തിലിട്ടേക്കും പോകുന്നില്ല, ഇപ്പോൾ നേരം പോകും. പ്രിയ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകത്തിലെ ആ വാക്യം കോയിനെ ഗ്രീക്കിൽ വായിക്കുമ്പോൾ മലയാളത്തിലെ തർജ്ജമ നല്ല രസമായിട്ടുണ്ട്. മലയാളത്തിൽ ഉൾക്കൊള്ളാവുന്ന അത്രയും കൃത്യത ഉൾക്കൊണ്ടിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, നിലവിൽ പേരില്ലാത്ത. മനസ്സിലായോ? നിലവിൽ. കോയിനെ ഗ്രീക്ക് ഈസ് വെരി ക്ലിയർ. എന്നെങ്കിലും അവിടെ ഒന്ന് കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ല, നിലവിൽ എന്തോടില്ല പുസ്തകത്തിലല്ലേ, പിന്നെ അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് പറയുമോ? സ്തോത്രം. നിലവിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി. വായിച്ചു, ഒരു വാക്യം വായിച്ചത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാമത്തെ വാക്യം, 32, 33 കൂടെ വായിച്ചു. പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണം. വായിച്ചോ. യഹോവ മോശെയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. കേട്ടോ? സങ്കീർത്തനം 69-28 കൊടുത്ത് വായിച്ചേ. Psalms 69:28. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂട്ടത്തിൽ കൂടെ അവരെ എഴുതണമേ. നോക്കണേ, ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയണമേ. ഒരു സാധ്യമില്ലാത്തൊരു കാര്യം ഒരിക്കലും പരിശുദ്ധാത്മാവ് അംഗീകരിച്ച് എഴുതി വെക്കുകയില്ല പുസ്തകത്തിൽ. ഭക്തന്മാരായ ചില ദൈവദാസന്മാർ
അവർ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞ ചില ആളുകൾ പിൽക്കാലത്ത് വന്നവര് എന്ത് ചെയ്താലും പേരെഴുതി മായ്ക്കല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഭക്തന്മാരായ സഭാ നേതാക്കന്മാർ അവരതിന് കൊടുത്ത വിശദീകരണം അതിന്റെ കൃത്യത്തിൽ ഉൾക്കൊള്ളാൻ പിൻതലമുറയ്ക്ക് കഴിയാതെ പോയതാണ് അതിന്റെ കുഴപ്പം പലതും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അല്ല, അത് വേറെ വിഷയമായതുകൊണ്ട് വളരെ വിശദമായ ചർച്ച ആവശ്യമുള്ളതുകൊണ്ടും ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല ഇപ്പോൾ. സ്തോത്രം. ബ്രദറൻ മിഷനിൽ ഉൾപ്പെട്ട ഭക്തന്മാരായ ദേവദാസന്മാർ അവർ പഠിപ്പിച്ചു. പക്ഷെ അവർ പഠിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ള ചുവ മനസ്സിലാക്കാൻ പിൻതലമുറയ്ക്ക് കഴിയാതെ പോയതുകൊണ്ട് എന്ത് ചെയ്താലും നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ആശയത്തിലേക്ക് അവർ വന്നു. അങ്ങനല്ല, കർത്താവിനെ തള്ളിപ്പറയുന്ന വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തള്ളിപ്പറയുന്നതിന്റെ പേര് മായ്ച്ചു കളയുമെന്ന് അവർ പറഞ്ഞു. കേൾക്കണേ, സ്തോത്രം. എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്മാർ, ഇന്ന് ബ്രദർ മിഷനിലെ വളരെ അറിയപ്പെടുന്ന ചില പ്രസംഗർ, എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്മാരുണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വർത്താനം പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആശയം അതിന്റെ കൃത്യതയിൽ ഭക്തന്മാർ പറഞ്ഞ എന്താണെന്നുള്ളത് അതിന്റെ കൃത്യത ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സില്ലാതെ പോകുന്നതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ഒരു കൊച്ചു ഭാവം ചെയ്യാൻ പറയാനുണ്ട്, എന്നാൽ പിന്നെ അങ്ങ് ചെയ്തേക്കാം, വായിക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. അവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ബൈബിൾ എന്ത് പറയുന്നു ഓർത്തണം. ചോദിച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിലവിൽ പേരെഴുതാൻ അവരെയാണ് നരകത്തിലേക്ക് തള്ളുന്നത്. സ്തോത്രം. അങ്ങനെങ്കിൽ എന്നെ കേൾക്കണേ, അങ്ങനെങ്കിൽ ഈ ഒരൊറ്റ പാപം കൊണ്ട് നരകത്തേക്ക് തള്ളുകൊള്ളെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപവും ഇതുമായിട്ട് എന്നതാ ബന്ധം. ഇത് രണ്ടും ബന്ധമുണ്ട് കേട്ടെ. സോറി. അതായത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുകയും അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്യുന്നതിൽ പരിശുദ്ധാത്മാവിന് വളരെ പങ്കുണ്ട്. വളരെ പങ്കുണ്ട്. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ത്രിയേക ദൈവം അതിൽ പങ്കാളികളാണ്. പിതാവ് ആകർഷിക്കുന്നു, പുത്രനെ ഉയർത്തിയാണ് ആകർഷിക്കുന്നത് കേട്ടോ. പിതാവ് ആകർഷിക്കുക, എല്ലാവരെയും ആകർഷിക്കുക. പിതാവ് ആകർഷിക്കുന്നു. 2, പരിശുദ്ധാത്മാവ് അവന് പാപബോധം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് അവനോട് സാക്ഷിക്കുന്നു. പുത്രൻ അവനെ നീതീകരിക്കുന്നു. ഏത് ശുശ്രൂഷയിലും ത്രിയേക ദൈവവും പങ്കാളികളാണ് കേട്ടോ. ഏത് ശുശ്രൂഷയിലും ത്രിയേക ദൈവവും പങ്കാളികളാണ്. സ്തോത്രം. അവന് 3 ഭാഗങ്ങൾ മാത്രം, ഓരോരുത്തരും ഓരോ ഭാഗമാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത്. ആട്ടെ, ത്രിയേകത്വത്തിന്റെ കാര്യം ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. ന്യായമായി വിശദീകരണ ആവശ്യമുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. കേൾക്കണേ. അപ്പോൾ പിതാവ് ആകർഷിക്കുന്നു, പരിശുദ്ധാത്മ പാപബോധം കൊടുക്കുന്നു, യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു, പുത്രൻ അവനെ നീതീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് അവന് പാപബോധം കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ കണ്ണുനീരോടെ പാപബോധമുള്ളവനായെന്ന് വരും. യേശുവിനെ കുറിച്ച് സാക്ഷിക്കുമ്പോൾ അവൻ ചിലപ്പോൾ അത് ഉൾക്കൊണ്ടെന്ന് വരും. പക്ഷേ അടുത്തത് അവനെ സമർപ്പിക്കാനുള്ള അവസരം വരുമ്പോൾ കേൾക്കണേ, അവൻ അവധിക്ക് വെച്ചെന്ന് വരും, അവൻ അതിന് മനസ്സില്ല എന്ന് വരും. എൻ്റെ കേൾക്കണേ, ഒന്നുകൂടെ പറയാം. ഞാൻ ചില വർഷങ്ങളായിട്ട് ഒരു സുവിശേഷകനാണ്. ഇത് 26ാമത്തെ വർഷമാണ്. കൃപയാൽ കർത്താവിന്റെ വേലയിലാണ്. ഞാൻ കൺവെൻഷൻ്റെ മീറ്റിങ്ങുകൾക്കൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, വടക്കൻ തിരുവിതാംകൂറിൽ ഒരു സ്ഥലത്ത് 3 ദിവസം അടുപ്പിച്ച് പ്രസംഗിക്കുകയാണ്. 1-ാം ദിവസം ഒരപ്പാപ്പി വന്ന് മുമ്പിലത്തെ റോയിലിരുന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വചനം കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം കണ്ണുനീരോടെ ദൈവസന്നിധിയിലിരിക്കുന്ന ഞാൻ കണ്ടു. അനേകരെന്ന് കർത്താവിനാൽ സ്പർശിക്കപ്പെട്ടു. ഓൾട്ടക്കോളിന്റെ സമയത്ത് അനേകർ മുമ്പോട്ട് വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇരുന്നു. അദ്ദേഹം അനങ്ങിയില്ല. 2-ാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം വന്ന് ഭാഗത്തായിട്ട് മാറി ഇച്ചിരി ഒഴിഞ്ഞ് അവിടെ ഇരുന്നു, നേരെ എൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുന്ന പോലെ. എനിക്കന്നേരം മനസ്സിലായി. ദൈവമേ, ഞാൻ അദ്ദേഹത്തിനോട് ഇന്ന് പ്രാർത്ഥിച്ചു. അന്നും അദ്ദേഹം വളരെ ശ്രദ്ധയോടും അനുതാപത്തോടും കൂടി വചനം കേട്ടു. അന്നും കർത്താവിനായി അദ്ദേഹം സമർപ്പിച്ചില്ല. 3-ാമത്തെ ദിവസം ഞാൻ നന്നായി ഓർക്കുന്നു. അദ്ദേഹം വന്നപ്പോഴത്തേന് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. സീരിയലൊക്കെ തീർന്നുകൊണ്ട് രണ്ട് പുറകോട്ട് മാറി നടുക്കുന്ന പാസിൻ്റെ അടുത്തായിട്ടാണ്. നല്ല വെട്ടതായിപ്പോയി അദ്ദേഹം. വേറെ സീറ്റില്ല അവിടെ ഇരുന്നപ്പോൾ. അന്നും അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കുകയും 2 കവിളിലൂടെയും കണ്ണീർ ഒഴുകുന്ന, അന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ആളുകൾ പ്രവർത്തിച്ചു. വളരെ അനുതാപത്തോടെ അനേകർ കർത്താവിനെ സ്വീകരിച്ചു. അന്ന് ഓൾട്ടക്കോളിന്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അതൊക്കെ അടുത്തിരുന്ന ആളിനെ ഇങ്ങനെ ഞോണ്ടി, എന്തോ പറയാനായിട്ട് ഞോണ്ടിയപ്പോൾ അദ്ദേഹം കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ച് അദ്ദേഹം പിന്നെ എന്നിട്ട് മുമ്പിൽ ഇരുന്ന ആളിനെ ഞോണ്ടി. ഇദ്ദേഹം ശ്രദ്ധിച്ച്
അയാൾ പറഞ്ഞു, പുറകോട്ട് നോക്കി വെച്ചു. പിന്നെ പുള്ളി മുമ്പിൽ ഇരുന്ന ആളും തിരിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ ആരെയും കിട്ടിയില്ല. ഓട്ടക്കോട്ട സമയമാണ്. അദ്ദേഹം ഇൻഡിഫറൻ്റ് ആകുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് നോക്കി, കണ്ണടയ്ക്കാൻ മനസ്സില്ല. എന്നിട്ട് ഉണ്ടാക്കി കൂട്ടുവാ വിട്ടു. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് പുള്ളിക്ക് ഇറങ്ങിപ്പോകാനായിട്ട് ഒരു താല്പര്യം എന്തോ മനസ്സിലുണ്ടോ, അതുകൊണ്ടാ. ഇച്ചിരി കഴിഞ്ഞു ടോർച്ചിൻ്റെ ഒന്നും ഇവിടെ ചെയ്യാൻ ആരെയും ചുറ്റും കിട്ടാഞ്ഞുകൊണ്ട് ടോർച്ചിൻ്റെ പുറകിലത്തെ ആ അടപ്പഴിച്ച് ബാറ്ററി എടുത്തു, തിരിച്ച് ഓർഡർ ഒന്ന് മാറ്റിയിട്ടു, അത് തിരിച്ചടച്ചു, ഒന്ന് ഞെക്കി നോക്കി, പെട്ടോണ്ട് പിന്നെ ഒന്നുകൂടെ അഴിച്ചു. And he was engaging himself in something so that he may not concentrate on what was going on there, because he was unwilling to commit himself to the Lord. കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല. വളരെ വേദന തോന്നി എനിക്ക്. ഞാൻ ഇന്ന് രാത്രി ആ പ്രിയപ്പെട്ടവന് വേണ്ടി എൻ്റെ ഹൃദയം ഉരുകി. ഞാൻ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാനിടയായി. എൻ്റെ കാരണം പരിശുദ്ധാത്മാ പ്രിയപ്പെട്ടവനോട് ആവർത്തിച്ചിടപെട്ടതാ. വാദിച്ചു, പക്ഷേ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാലവും വാദിച്ചുകൊണ്ടിരിക്കില്ല. ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ, പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിന്നാൽ, പരിശുദ്ധാത്മാവിനോട് പിന്നെ ഡീൽ ചെയ്യുന്ന ചിലപ്പം അവസാനിപ്പിച്ചെന്ന് വരും. അവൻ പിന്നെ യോഗങ്ങളിൽ സംബന്ധിക്കും, വചനം കേൾക്കും, പക്ഷെ മുമ്പുണ്ടായിരുന്ന ആത്മാവിന്റെ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരികയില്ല. He may cease to be sensitive to the moving of the Holy Spirit because he has hardened his heart. ഹൃദയം അടച്ചു കളഞ്ഞു, ഹൃദയം കടുപ്പിച്ചു കളഞ്ഞു. He ceases to be sensitive to the moving of the Spirit. അങ്ങനെ വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ ഏറ്റവും ദുഃഖിപ്പിക്കുന്നു. അങ്ങനെ ആയാൽ ഒരിക്കലും അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടാൻ കഴിയുകയില്ല. സ്തോത്രം. അവൻ നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുണ്ട്. മനസ്സിലായില്ലേ? സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ ഇന്ന് കർത്താവ് ആളുകളെ സ്തോത്രം നീതീകരിച്ചുകൊണ്ടിരിക്കുക. ആ ശുശ്രൂഷയെ വിമർശിച്ച് നിരാകരിച്ചാൽ സ്തോത്രം അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടാൻ കഴിയുകയില്ല. അതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം, ദൂഷണം. അതിവിടെയും ക്ഷമിക്കുകയില്ല, വരുവാനുള്ളതിലും ക്ഷമിക്കുകയില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നവൻ, പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നവൻ, പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുന്നവൻ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിലുള്ള പാപം. അതുകൊണ്ട് ഇന്നലെ ആ ഉപദേശം ഇന്നലെ പരിശുദ്ധാത്മാവിനുള്ള പാപം ചെയ്തേക്കുക എന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ആർക്കെങ്കിലും എന്നോട് സഹതാപമോ വല്ലതും തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എൻ്റെ കൂടെ ഉണ്ടോ? ഐ ഹോപ്പ് ഐ മെയ്ഡ് മൈസെൽഫ് ക്ലിയർ ഇനഫ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആത്മാക്കളെ വിവേചിച്ചിട്ട് മാത്രമേ എടുക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടുള്ളൂ. സ്തോത്രം. ആട്ടെ, ഞാനിങ്ങനെ വിഷയത്തിലേക്ക് പോകുന്നതിൽ വിഷമം തോന്നുന്നു. അടുത്ത അപ്പം ശുശ്രൂഷകന്മാർ സഭയ്ക്കുള്ളതാണ്. ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചേരെ. 1 കൊരിന്തി 12:22 കൊണ്ടൊന്ന് വായിച്ചേരെ. ഐ എം സോ സോറി. വേഗം വായിക്കണം, സമയം പോയി, ഒത്തിരി പോയി. പ്ലീസ്. ദൈവസഭയിൽ 1ാമത് അപ്പോസ്തലന്മാർ, 2ാമത് പ്രവാചകന്മാർ, 3ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. വായിച്ചു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും നോക്കണേ, ഇതെല്ലാം ദൈവം നിയമിച്ചതാ. ശുശ്രൂഷകന്മാരെയും പിന്നെ ആരെയും? വരമുള്ളവരെയും ദൈവം നിയമിച്ചതാ. സ്തോത്രം. അത് സഭയുടെ ആത്മീയവർദ്ധനവിനാണ്. സ്തോത്രം. അടുത്തത് ശുശ്രൂഷന്മാരെ കൊണ്ട് ഒരു കാര്യം ഓർക്കണം. സ്തോത്രം. ശുശ്രൂഷന്മാരൊക്കെ ഇല്ലാതില്ലല്ലോ. അവിടെ ശുശ്രൂഷന്മാർ ഓർക്കേണ്ടത് ദൈവം സഭയുടെ ആത്മീയ വർദ്ധനവിനായി അവരെ നിയമിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ നിയമിക്കപ്പെട്ടവനാണ്. I consider myself a minister unto you, a servant to God's saints. ആ വാക്യം ഒന്ന് വായിച്ചില്ലേ? എനിക്ക് ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ വായിക്കുന്ന വാക്യമാണ്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 4-ാമത്തെ അധ്യായം.
കൊരിന്ത്യർക്ക് എഴുതിയ 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചോളൂ. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുവിനെ വായിച്ചോ. യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും മാത്രമേ ഞങ്ങൾ പ്രസംഗിക്കുന്നു. കേട്ടോ, ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ. യെസ്, ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ഇടയിലും പറഞ്ഞു കാണാനാണ് സാധ്യത, അരയിൽ ചുറ്റിയ ഒരു തുവർത്തും പാത്രത്തിൽ പകർന്ന വെള്ളവുമായി ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. We are appointed to serve you. God has appointed us to serve the church of God. മനസ്സിലായല്ലോ? സ്തോത്രം. അരയിൽ തോർത്തും ചുറ്റി പാത്രത്തിൽ വെള്ളവും പിടിച്ച് നിൽക്കുന്ന ഒരാൾ ശുശ്രൂഷകനാണ്. സ്തോത്രം. ആ മനോഭാവത്തോടുകൂടിയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. ദൈവം നമ്മെ ഒരുക്കാനായി, ആർക്കു വേണ്ടി? ക്രിസ്തുവിനായി ഒരുക്കാനായി നിയമിച്ചിരിക്കുന്നവരാണ് ശുശ്രൂഷകന്മാർ. സ്തോത്രം. അല്ല, ഒരു ശുശ്രൂഷയെക്കുറിച്ച് ഇനി അടുത്തൊന്ന്, ഒരു ശുശ്രൂഷയെക്കുറിച്ച് അടുത്ത പറയുന്ന കൂട്ടത്തിൽ വിശദീകരിക്കാം. അടുത്തത്, നമ്മുടെ വിശുദ്ധീകരണത്തിനായി കർത്താവ് നിയമിച്ചിരിക്കുന്ന മറ്റൊരു ഉപാധിയാണ് കൂട്ടായ്മ. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ നമ്മുടെ വിശുദ്ധീകരണത്തിനായി കർത്താവ് നിയമിച്ചിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, വാക്യം ഒന്ന് വായിച്ചു. 1 കൊരിന്തി 7:14. വായിക്കുമ്പോൾ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം വരുമായിരിക്കും. വായിച്ചാട്ടെ. ൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. ഇച്ചിട്ടങ്ങ് വായിച്ചു താഴട്ടെ. അപ്പൊ വിശുദ്ധരാകുന്നുവെന്നും നോക്കണേ. ഒരു വിശുദ്ധന്റെ കോണ്ടാക്ട് കൊണ്ട് വേറൊരാൾ ആരാകുന്നു? വിശുദ്ധരാകും എന്ന് പറഞ്ഞാൽ ഭർത്താവ് മാത്രം രക്ഷിക്കപ്പെട്ടാൽ മതി. ഇപ്പൊ ഭാര്യ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വിശുദ്ധിയാകുമെന്നല്ല അതിന്റെ അർത്ഥം. ഭാര്യയ്ക്ക് വിശുദ്ധീകരണത്തിനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഭർത്താവിൽ നിന്ന് ഉണ്ടാകുന്നുവെന്നാണ്. എന്റെ കൂടെ ഉണ്ടോ? മക്കൾക്ക് വിശുദ്ധിയിൽ വളർന്നു വരാനുള്ള പശ്ചാത്തലം അവിടെ ഉണ്ടാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ദൈവത്തിന് കൊച്ചുമക്കളും ഒന്നും ഇല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചിലരെ ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഈ ജയിലറോട് പൗലോസ്ലീഹ പറയുന്ന ഒരു വാചകത്തെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജയിലറോട് പൗലോസ്ലീഹ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. 16-ാം അധ്യായം 31-ാമത്തെ വാക്യം. എന്നാൽ നീയും വായിച്ചോ. അപ്പൊ കേട്ടെ, പല ആളുകളും വിചാരിക്കുന്ന ഒരാൾ വിശ്വസിച്ചാൽ, ഭർത്താവ് വിശ്വസിച്ചാൽ കുടുംബമെല്ലാം അങ്ങ് രക്ഷിക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത ചില ആളുകളുടെ മനസ്സിൽ വരുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇത് ഭാഷയുടെ പ്രയോഗമല്ലേ, കോമൺ സെൻസ് ഉള്ളവർക്കെല്ലാം മനസ്സിലാവുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാലും നിന്റെ കുടുംബം വിശ്വസിച്ചാലും, മനസ്സിലായോ? നീയും നിന്റെ കുടുംബവും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നീ വിശ്വസിച്ചാൽ, വാക്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ ആശയം ശരിയായതിന്. നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണോ? മനസ്സിലായോ? അല്ല. നീ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നായിരുന്നെങ്കിൽ ഒരാൾ വിശ്വസിച്ചാൽ മതിയായിരുന്നു, ബാക്കിയുള്ളവരും കൂടെ അങ്ങ് രക്ഷിക്കപ്പെട്ടേനെ. നോ, അങ്ങനല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, നീയും വിശ്വസിക്കണം, നിന്റെ കുടുംബവും വിശ്വസിക്കണം, എന്നാൽ നീയും രക്ഷിക്കപ്പെടും, നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും. അങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? സ്തോത്രം. അതുകൊണ്ട് കൂട്ടായ്മയാൽ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാൽ, സ്തോത്രം, വിശുദ്ധീകരണം നമ്മളിൽ ഉണ്ടാകുന്നു. അതിനുള്ള മറ്റൊരു കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് സഭ. അതുകൊണ്ടാണ് വിശുദ്ധ സഭായോഗം. സഭ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ഉപാധിയാണ് സഭ. പ്രിയ ദൈവമക്കളെ, ഇവിടെ 1-2 വിശദീകരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ആരാധനായോഗമെന്നല്ല, പിന്നെ വിശുദ്ധ സഭായോഗമെന്നാണ്. ആരാധന ഒരു യോഗത്തിൽ ഒതുങ്ങുന്നില്ല. പിശാച് നമ്മുടെ ആശയം ശരിക്കും തെറ്റിച്ച് കളയുക. ആശയം തെറ്റിച്ചാൽ ബാക്കിയൊക്കെ ബാലിന്റെ പുറകെ വന്നോളും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. വിശുദ്ധ സഭായോഗമാണ്. മാത്രമല്ല, കൂട്ടായ്മയ്ക്കാണ് നമ്മൾ കൂടി വരുന്നത്. നമ്മൾ കൂടി വരുമ്പോൾ നടക്കേണ്ടത് എന്താണ്? പ്രധാനം എന്താണ്? കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു കൂടി വരവിൽ
കൂടി വരുന്ന സഹോദരന്മാർ പരസ്പരവും സഹോദരിമാർ പരസ്പരവും ഒരു വാക്കെങ്കിലും മിണ്ടാതെ പോകരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഡൽഹിയിൽ ഞങ്ങളുടെ പാസ്റ്ററായിരുന്ന ആൾ, അദ്ദേഹം പറയായിരുന്നു, പ്ലീസ് 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 ഡോണ്ട് റഷ് അവേ, ഡോണ്ട് റഷ് അവേ, പ്ലീസ് അറ്റ്ലീസ്റ്റ് ഷേക്ക് ഹാൻഡ്സ് വിത്ത് മീ ബിഫോർ യു ലീവ് എന്നും പറഞ്ഞ് യോഗം കഴിയുന്ന ഉടനെ ഓടി വാതിക്ക വന്നിരിക്കും. എല്ലാവരോടും ഒരു വാക്ക് മിണ്ടേച്ചേ വിടുകൊള്ളു. പോകാൻ ധൃതിയില്ലാത്തവരെ പിടിച്ച് മാറ്റി മാറ്റുന്നത്. സഹോദരിമാരോട് വന്ദനം, സുമാരിക്കുന്നോ, ഒരു വാക്ക് പറഞ്ഞിട്ടേ. കൂട്ടായ്മ സഭയിൽ നടക്കേണ്ടത് അതാണ്, കൂട്ടായ്മ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ, സ്തോത്രം. അന്യോന്യം അറിയണം, കരുതണം. ഒരു കുടുംബം പോലെയാണ് സഭ. സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന സാധിച്ചങ്ങൾ ഒന്നാണല്ലോ കുടുംബം. കുടുംബം ഈ നമ്മുടെ ഇടയിൽ ഇന്ന് വന്നിട്ട് മെഗാ ചർച്ച് എന്നൊരു കോൺസെപ്റ്റ് പല ആളുകളിലും പരന്നു കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഈ മെഗാ ചർച്ച്? ഭീമൻ സഭകൾ. ഭീമൻ സഭകൾ എന്ന് പറഞ്ഞ് ആയിരങ്ങളും പതിനായിരങ്ങളും കൂടുന്ന ഭീമൻ. വേദപുസ്തകം സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആശയപ്രകാരം അവ സഭകളാകാൻ ഒക്കുകയില്ല. കാരണം അവയിൽ കൂട്ടായ്മ നടക്കുകയില്ല. കേൾക്കണേ, അടിച്ചു പിരിയരുത്, സന്തോഷത്തോടെ. മനസ്സിലായോ? സ്തോത്രം. സന്തോഷത്തോടെ ഒരു ശുശ്രൂഷകന് ഉത്തരവാദിത്തപ്പെട്ട് നടത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ എണ്ണമാകുമ്പോൾ അടുത്ത സഭ തുടങ്ങണം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഞാൻ താഴെ പറയുന്ന ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കും. ഉദാഹരണം പറഞ്ഞ് വ്യക്തമാക്കാം. 5 പിള്ളേരുള്ള ഒരു വീട് വിചാരിച്ച് 5 ആൺപിള്ളേരുണ്ട്, 5 ഏക്കർ ഭൂമിയുണ്ട്. മൂത്തവൻ കല്യാണം കഴിച്ച് കുടുംബത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമൻ കല്യാണം കഴിച്ചപ്പം അവിടെ മൂലക്കോട്ട് എല്ലാവരും കൂടെ കൂടി ഒരു വീട് വെച്ച മൂത്താനെയും കുടുംബത്തെ മാറ്റി പാർപ്പിച്ചു. 3ാമൻ കല്യാണം കഴിച്ചപ്പോൾ 2ാമനെ മാറ്റി പാർപ്പിച്ചു. 4ാമൻ കല്യാണം കഴിച്ച 3ാമനെയും 5ാമൻ കല്യാണം കഴിപ്പിച്ചപ്പോൾ 4ാമനെയും മാറ്റി പാർപ്പിച്ചു. നോക്കണേ, 5 വീടുകൾ, ഒരു കുടുംബം. മനസ്സിലായില്ലേ? 5 വീടുകൾ, ഒരു കുടുംബം. ഇങ്ങനെ ആയിരിക്കണം സഭകൾ. ഒരു ശുശ്രൂഷകന് ഉത്തരവാദിത്വപ്പെട്ട് പരിപാലിക്കാൻ കഴിയുന്നതിനേക്കാൾ എണ്ണം വർദ്ധിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ അടുത്ത കൂടിവരവുണ്ടാകണം. ഉപദേശത്തിൽ ഐക്യതയും കൂട്ടായ്മയിൽ ബന്ധവുമുള്ള യൂണിറ്റ്സ്. മനസ്സിലായോ? അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ ദൈവസഭകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യയിലെ സഭകൾക്ക് തർക്കിക്കാൻ അടുത്തം വന്നാൽ ആ മര്യാദ സഭകൾക്കില്ലെന്ന് പറഞ്ഞേക്കണം പൗലോസ് പറയുക. അത് ലോക്കൽ സഭകളാ. ലോക്കൽ സഭ പ്രധാനമാണ് ദൈവത്തിന്. കർത്താവ്, എൻ്റെ പൊന്നു കർത്താവ് ആളത്വമായി ഇവിടെ പാർത്തിരുന്നപ്പോൾ സഭയെക്കുറിച്ച് 2 പ്രസ്താവനയെ പറഞ്ഞുള്ളൂ. ഒന്ന് ചർച്ച് അറ്റ് ലാർജ്, സെക്കൻഡ് ലോക്കൽ ചർച്ച്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. അത് ആഗോള വ്യാപകമായ ദൈവസഭയാണ്. പെന്തക്കോസ്ത് ദിവസം പണി തുടങ്ങി ഇന്ന് വരെ തുറന്നുകൊണ്ടിരിക്കുന്നതും കർത്താവിന്റെ ആകാശപ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ പണി തുറന്നുകൊണ്ടിരിക്കുന്നതുമായ സഭയാണ് ചർച്ച് യൂണിവേഴ്സൽ. കാത്തലിക് ചർച്ച് ശരിധരിക്കല്ലേ, കാത്തലിക് എന്ന വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നേ ഉള്ളൂ. അങ്ങനെ അവർ ആ പേരെടുത്തത്. യൂണിവേഴ്സൽ ചർച്ച് എന്നേ ഉള്ളൂ. ആഗോള വ്യാപകമായ ദൈവസഭ. 2 ലോക്കൽ ചർച്ചിനെ കുറിച്ച് 18-ാം അധ്യായത്തിൽ, അതേ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ വരുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, സഹോദരനോട് ദേഷ്യപ്പെട്ടാൽ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അവൻ തന്നെ വിവരമായി, ബ്രദറെ പ്ലീസ് നിന്റെ വാക്ക് കേട്ടാ നീ അവനെ നേടി, അല്ലെങ്കിൽ വാക്ക് കൂട്ടാക്കിയില്ല നിന്റെ നേരെ കുത്തിക്കുകയാണെങ്കിൽ വേറെ ഒരാളിനെ കൂടെ കൂട്ടി 2 പേരെ വാമഴിയാൽ അവരോട് 2 പേരോടും കുത്തിച്ചെങ്കിൽ പിന്നെ സഭയെ അറിയിക്കണം. സഭയെ അവനെ വിളിച്ചു കൊണ്ടു, സഭയോടും കൂട്ടാക്കാൻ അവനെ പുറത്തുള്ളവനെ പോലെ അയക്കും. നോക്കണേ, അപ്പോൾ അത് ലോക്കൽ ചർച്ച. ഒരു സഹോദരന് തെറ്റ് ചെയ്താൽ അവനെ ചെന്ന് അറിയിക്കണം. എന്നിട്ട് അല്ലെങ്കിൽ വാക്ക് കേട്ടില്ല സഭയെ അറിയിക്കണം എന്ന് പറയുമ്പോൾ ലോകമെങ്ങുമുള്ള സഭയ്ക്കെല്ലാം ഫാക്സ് അയക്കണമെന്നല്ല. അത് ലോക്കൽ ചർച്ച. മനസ്സിലായില്ലേ? ഒരു ലോക്കൽ ചർച്ച. ഇപ്പൊ ഫാക്സ് അല്ലല്ലോ, ഇമെയിൽ അല്ലേ, വെബ്സൈറ്റ് ഉണ്ടാക്കി വിട്ടേക്കണം. അതല്ല, അത് ലോക്കൽ ചർച്ചാണ്. ലോക്കൽ ചർച്ച ദൈവത്തിന് പ്രധാനമാണ്. നമ്മുടെ ലോക്കൽ ചർച്ചുകളിൽ ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം. ഫെലോഷിപ്പ്. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഒരു സിറ്റുവേഷനിൽ ഒരു 10-200 പേരെയൊക്കെ 250 പേരെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഒരാളിന്
ഒരാളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ ഒരു ശുശ്രൂഷ ഒരു 250 പേരെ ശ്രദ്ധിച്ച് അവിടെ കാര്യങ്ങളിൽ ഉത്തരവാദിയായി നടത്താൻ കഴിയും. ഒരു വില്ലേജ് സിറ്റുവേഷനിൽ മേ ബി അബൌട്ട് 100-120 പേര്, അതിൽ കൂടെ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തപ്പെട്ട് നടത്താൻ കഴിയുകയില്ല. പിന്നെ ഇങ്ങനെ ഇതുപോലുള്ള ഒരു പട്ടണത്തിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു എക്കണോമിക് വശം കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് നല്ല എക്സോർബിറ്റന്റ് എമൗണ്ട് കൊടുത്തിട്ടായിരിക്കാം യു മേ ബി ഹയറിംഗ് ഔട്ട് എ ഹോൾ ഫോർ ഗാദറിംഗ്. സോ അതും കൂടെ പരിഗണിച്ച് വരുമ്പോൾ 1-2 ശുശ്രൂഷകന്മാർ ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരു പ്രധാന ശുശ്രൂഷകനും സഹായിയായ സഹോദരങ്ങൾ മൂപ്പന്മാരും ഉൾപ്പെടെ ഒരു 100-250 പേരുണ്ടെങ്കിൽ അത്രയും പേരെ വ്യക്തിപരമായ ശ്രദ്ധ കൊടുത്ത് പരിപാലിക്കാനായിട്ട് കഴിയും. വ്യക്തിപരമായ പരിപാലനം ഉണ്ടാകണം. അതാണ് സഭ. നോക്കണം, ഭീമൻ സഭകൾ. അതുകൊണ്ടാണ് ഇടവക എന്നാ പറയുന്നത്. ഇടയന്റെ വകയിൽ ഏൽപ്പിക്കപ്പെട്ടതെന്നാ ഇടവക. മനസ്സിലാവുന്നുണ്ടേ? വേദോത്സവത്തിലെ വാക്ക് തന്നെയാണ്. പത്രോസിന് 1 ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട് ഇടവക. ഇടവക എന്ന് പറഞ്ഞാൽ ഇടയന്റെ വകയിൽ ഏൽപ്പിക്കപ്പെട്ടത്. അതാണ് ഇടവക. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. പാസ്റ്റർ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ സുഖമാണ് കേട്ടോ. പക്ഷെ അതിന്റെ ഗൗരവം എന്താണെന്ന് അറിയണോ? ഭയങ്കര ഗൗരവമാണ്, ഉത്തരവാദിത്വമാണ്. ഒന്ന് വായിച്ചേക്കണേ, ഞാൻ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കി തരാം. സ്തോത്രം. ഇടയന്റെ ശുശ്രൂഷ. എബ്രായ ലേഖനം 13-17 വാക്യം. എബ്രായ 13-17. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ നിറങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തി. കേട്ടോ, നിങ്ങളെ നടത്തുന്നവരെ കേട്ടിരിക്കണം. അവർ കണക്ക് എപ്പിച്ച അത്രയും പേരെ കണക്ക് കൊടുക്കണം. അവിടെ കർത്താവിന് സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച സഭ അത് പരിപാലിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുക്കാനായി സ്തോത്രം ദൈവം നിയമിച്ച ശുശ്രൂഷകൻ എന്തിയെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? സ്തോത്രം. പ്രോസസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് 100 പേരെ നിന്നെ ഏൽപ്പിച്ചു, ഇപ്പൊ 50 ഉള്ളൂ, ബാക്കി 50 എന്തിയെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ 10 ഷർട്ട് ഒരു കമ്പനിയിലെ യൂണിഫോം ഒരു കമ്പനി വേറൊരു ടൈലറിംഗ് കമ്പനി കൊടുത്തു. 10 യൂണിഫോം തയ്പ്പിക്കാൻ കൊടുത്തു. 10 യൂണിഫോം തയ്ക്കാൻ അത് പ്രോസസ് ചെയ്യാൻ കൊടുത്തു. ചെല്ലുമ്പം 5 ഉള്ളൂ, ബാക്കി 5 അത് വെട്ടിയപ്പോ വെച്ച കേടായിപ്പോ, അതും കളഞ്ഞു. കൊള്ളാം. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ സഭയിൽ 150 പേരെ നിന്നെ ഏൽപ്പിച്ചായിരുന്നു, എന്തിയെ? അത് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അത് ഒരുത്തൻ ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു വിട്ടു. അവൻ്റെ കൂടെ 2 പേരും കൂടെ അങ്ങ് പുറപ്പെട്ടു പോയി. അവർ വന്ന് ഞങ്ങൾ പോകാൻ പൊക്കോളാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? നോ കണക്ക്. അയ്യോ, ഇവിടെ ഇത് സമയം പാസ്റ്റർമാരുടെ യോഗമായിരുന്നെങ്കിൽ, വർക്കേഴ്സ് മീറ്റിംഗ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ പറയാമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തോണം? അതുകൊണ്ട് ശുശ്രൂഷകന്മാർ നമ്മളെ കണക്ക് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെന്ന് പുസ്തകത്തിൽ പറയും. ആണോ? അപ്പൊ അറിയാം. ആണോ? സാധാരണ സഭയിലൊന്നും വായിക്കാറില്ലല്ലോ അത്. ആട്ടെ, നന്നായി. അപ്പൊ എന്താ ഇതൊന്നൊന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ. ഇടയൻ കണക്ക് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ യഹൂദന്മാരുടെ ഇടയിലെ അനേക തൊഴിലുകളുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും മാന്യമായ തൊഴിലായിരുന്നു ഇടയ ശുശ്രൂഷ. ഇടയന്റെ പേര. അതുകൊണ്ട് ഇറ്റ് ഇൻവോൾവ് സെൽഫ് സാക്രിഫൈസ്. അത് സെൽഫ് സാക്രിഫൈസിന്റെ ആവശ്യമുള്ളതായിരുന്നു, സ്വയത്യാഗത്തിന് ആവശ്യമുള്ളതായിരുന്നു. കേൾക്കുന്നുണ്ടേ? ഒരു വാക്യം ഒന്ന് വായിച്ചാൽ, ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അതിന്റെ സംഗതി പറഞ്ഞുതരാം. ആമോസ് 3:12. മതി. ഒരു സാധാരണ സംഭവമായിട്ട് പറയാം. അവിടെ ഒരു ഇടയൻ 2 കാലോ 1 കാതോ സിംഹത്തിന്റെ വായിൽ വലിച്ചെടുക്കുന്നത്. രാവിലെ ഇടയൻ 100 ആടിനെ എണ്ണിക്കൊണ്ടു. അവർ സാധനം എന്ന് പറഞ്ഞ ഇടയൻ വന്ന് ശബ്ദം പുറപ്പെടുവിക്കും. മന്ത തുറന്നിട്ട്, ആട്ടുമന്ത തുറന്നേച്ച്, the enfold, the place where it is kept during the night, മന്ത, ആട്ടുമന്ത അത് തുറന്നിട്ട് ഒരു വടി ഇങ്ങനെ ഭൂമിക്ക് സമാന്തരമായിട്ട് പിടിക്കും. It'll hold a stick parallel to the ground, it'll produce a sound. Then each sheep or goat will pass underneath. ഈ കോലിന്റെ കീഴെ കടന്നു പോകും. ഇടനെ എണ്ണും.
1, 2 എണ്ണി 100 ആട്. 100 കൊണ്ട് പോയി മേയ്ക്കാൻ പോയി. കാടുകളിലും മേടുകളിലും ഒക്കെ കുറ്റിക്കാടുകളിലൊക്കെ മേയിച്ച് വൈകിട്ട് പോരാൻ നേരത്ത് ഇതുപോലെ തന്നെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് വടി ഇങ്ങനെ പിടിക്കും. അപ്പോൾ ആടുകൾ കടന്നു പോകും. അപ്പോൾ എണ്ണും. 99 ഉള്ളൂ. മാറി എണ്ണം തെറ്റിയാന്നോ? ഒന്നുകൂടെ പിടിക്കും. 99 ഉള്ളൂ. ഒന്നുകൂടെ ചിലപ്പോൾ പിടിച്ചൊന്ന് വരും. ആടിനെ കടത്തിവിടും. എന്തിനാണെന്നറിയാമോ? ടു ascertain which one is lost. അപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്ത് വിടുന്ന കൂട്ടത്തിൽ മനസ്സിലായി, ആ പുള്ളിയാടിനെ കാണുന്നില്ല. 99 ഉണ്ടല്ലോ, ഒന്നല്ല പോയുള്ളൂ, ഇതിനെ കൂടെ വല്ലതും കൊണ്ട് പോയേക്കാന്ന് വിചാരിച്ച് ഇതിനെ കൊണ്ട് പോകാൻ പാടില്ല. ആ 99 മരുഭൂമിയിൽ വിട്ടേ. ആ കാണാതെ പോയതിനത്തെ അല്ല. ഉച്ച തിരിഞ്ഞ് ആട് മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹക്കുട്ടി വന്ന് ഒരാട്ടിൻകുട്ടിയുടെ മേൽ ചാടി വീണാൽ ഒന്നിനെ അല്ല പിടിച്ചുള്ളൂ, അതിനെ പിടിച്ച് നിന്നോട്ടെ, ബാക്കിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പാടില്ല. ആടിന്റെ മേൽ മുമ്പിൽ നിന്നാണ് സിംഹം ചാടി വീണതെങ്കിൽ ഇടയൻ പിമ്പിൽ നിന്ന് ചാടി വീഴണം. പിമ്പിൽ നിന്നാണ് ചാടി വീണതെങ്കിൽ ഇടയൻ മുമ്പിൽ നിന്ന് അതിന്റെ മേൽ ചാടി വീഴണം. ചാടി വീണ് അതിന്റെ വായിൽ നിന്ന് ഈ ആട്ടിൻകുട്ടിയെ രക്ഷിക്കണം. ചിലപ്പോൾ തന്റെ ദൗത്യത്തിൽ പരാജയപ്പെട്ടു പോയേക്കാം. പക്ഷേ താൻ അതിനെ രക്ഷിക്കാൻ ജീവനെ പണയം വെച്ച് പരിശ്രമിച്ചു എന്നുള്ളതിന്റെ അടയാളമായി ഒരു കാതെങ്കിലും വായിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ 2 കാലെങ്കിലും സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കണം. അതൊരു സാധാരണ സംഭവമാണ്. വൈകിട്ട് 99 ആടിനെയും കൊണ്ട് കൊടുക്കണം. യജമാനേ, ഇതാ 99 ആട്, ഇതാ നമ്മുടെ പുള്ളിയാടിനെ ഉച്ച കഴിഞ്ഞ് മേയിച്ചുകൊണ്ട് നിന്നപ്പോ ഒരു സിംഹം വന്ന് എന്റെ മേൽ ചാടി വീണു. അത് മുമ്പിൽ നിന്ന് ചാടി വീണു, ഞാൻ പിമ്പിൽ നിന്ന് ചാടി വീണിട്ടും എനിക്ക് 2 കാലേ കിട്ടിയുള്ളൂ. അല്ലാതെ പിമ്പിൽ നിന്ന് ചാടി വീണു, ഞാൻ മുമ്പിൽ നിന്ന് ചാടി വീണിട്ട് എനിക്ക് ഈ ഒരു കാത് മാത്രം രക്ഷിക്കാൻ കഴിഞ്ഞു. ഇതാ സിംഹത്തിന്റെ പല്ലിന്റെ പാട് കണ്ടില്ലേ? എന്റെ ജീവന് വേണ്ടി ഞാൻ ഓടിയില്ല, ഞാൻ എന്റെ ജീവനെ പണയം വെച്ച് അതിനെ ഉദ്ധരിക്കാൻ ഞാൻ ശ്രമിച്ചു. തെളിവിതാ യജമാനനേ എന്ന് കണക്ക് കൊടുക്കണം. അന്ന് കണക്ക് കൊടുക്കുമ്പോൾ, കർത്താവേ, എൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ച ആ സഹോദരൻ ഗുണദോഷിച്ചു, വ്യക്തിപരമായി പറഞ്ഞു, വീട്ടിൽ ചെന്ന് പറഞ്ഞു, വചനം കൊണ്ട് പ്രബോധിപ്പിച്ചു, അവന് വേണ്ടി ഉപവസിച്ചു. മനസ്സിലായോ? അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവന് വേണ്ടി ചെയ്യാവുന്ന ഇതാ തെളിവിതാ എന്ന് പറയാൻ കഴിയും. ഇങ്ങനെ ഒരുക്കുക. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. ഈ ശുശ്രൂഷ പ്രധാനമല്ലേ? ഇത് പ്രധാന ശുശ്രൂഷയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടുക, ആട്ടും കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടി തന്നെ തിന്ന് നടക്കുക. മനസ്സിലായോ? എന്നിട്ട് വൈകിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇടയന്മാരെ ഒന്നിച്ചു കൂട്ടി നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുക്കും. മനസ്സിലായില്ലേ? സ്തോത്രം. തന്നെ തിന്ന് നടന്നപ്പോ തികച്ച് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ തൃപ്തിയാവോളം വിശന്ന് കിടക്കരുത്. അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന സമയമാണ്, മനസ്സിലാവുന്നുണ്ടോ, നമ്മുടെ കൂടിവരവുകൾ. സ്തോത്രം. അവിടെ ആടിനും പങ്കുണ്ട്, നമ്മുടെ കൂടിവരവുകൾ. എന്നിട്ട് നമ്മളിപ്പം വന്നിട്ട് ആരാധനയാണെന്ന് പറഞ്ഞിട്ട് വന്ന് കൊട്ടുക പാടുക, അത്രയും സമയം മാത്രമാണ് ആരാധന. അങ്ങനല്ല. ഞാൻ 2002 ദോഹയിൽ വന്നപ്പോൾ ഒരു പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നൊരു ഒരു ചെറുപ്പക്കാരിയായ ഒരു സഹോദരിയാണ്. ഈ ഇങ്ങനെ ആരാധന എന്ന വിഷയം സംബന്ധമായിട്ട് ചിലരും സംശയമായിട്ടൊക്കെ സംസാരിച്ച് വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇറ്റ്സ് എ വെരി ക്ലവർ ഗേൾ. ആ കുട്ടി പറഞ്ഞത്, നമ്മുടെ യോഗങ്ങളിൽ ഇപ്പോൾ ഫാസ്റ്റ് മ്യൂസിക് ആൻഡ് ഫാൻസി പ്രോഗ്രാം ഹാസ് ടേക്കൺ ഓവർ അവർ ഫെലോഷിപ്പ്. എന്ത് കറക്റ്റാ! ഫാസ്റ്റ് മ്യൂസിക് ആൻഡ് ഫാൻസി പ്രോഗ്രാം. അവന് കൈകോടെ ഇടത്ത് നിൽക്കുന്നവന് കൈ കൊടുത്ത്, വലത്ത് നിൽക്കുന്നവന് കൈ കൊടുത്ത്. ഇത് കഴിയുമ്പോൾ ഒന്നും മിണ്ടത്തോലുമില്ല. അവനോട് വിളിച്ച് പറ, ബ്രദർ ഗോഡ് ബ്ലെസ് യു എന്ന് പറ. അവനോട് പറ. ആരാ നിൽക്കുന്നത് പോലും അവന് അറിയാമോ? ഒരു രസകരമായൊരു സംഭവം പറഞ്ഞു. അവിടെ ഒരു മൈതാനത്ത് വെച്ചൊരു കൺവെൻഷൻ നടക്കായിരുന്നു. അപ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ട് എല്ലാവരും കഴിഞ്ഞപ്പോൾ, come on, give a hand to the man standing on your right and left and say God bless you എന്ന് പറ.
അപ്പം കൺവെൻഷൻ അല്ലേ, എല്ലാ ടൈപ്പും വന്നിട്ടുണ്ട്. ഒരാൾ ഇച്ചിരി ശരിക്കും വൈകിട്ടത്തെ അളവ് കുടിച്ചേച്ച് മുറുക്കിക്കൊണ്ടിരിക്കണം വന്ന്. അപ്പോൾ ഒരു കസേര വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം എഴുന്നേക്കാൻ വന്നപ്പോൾ ഇങ്ങനെ പതുക്കെ മുണ്ടുമൊക്കെ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ പൊങ്ങുന്നതേ എഴുന്നേക്കുമ്പോൾ മറ്റേ അടുത്തിരുന്ന ആൾ കൈ നീട്ടി ഗോഡ് ബ്ലെസ് യു. അപ്പോൾ എല്ലാവരും ഒക്കെ എഴുന്നേറ്റ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പൊങ്ങിയത്. ഗോഡ് ബ്ലെസ് യു. ദൈവം പിന്നെ എന്നിട്ട് ബാക്കി എല്ലാവരും ഇരുന്നപ്പോൾ ഇങ്ങനെ വിടുകയല്ല, പിടിച്ചേക്ക തലയിൽ. ഇതൊരു കഷ്ടമാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ യോഗം കഴിഞ്ഞ് നിന്റെ അടുത്ത് വന്നിരുന്ന ആരാന്നൊന്ന് ഓർത്ത് അവന്റെ പ്രശ്നം എന്താണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാവുന്നുണ്ടോ? അവനോടൊന്ന് പരിചയപ്പെട്ട്, ബ്രദറെ ഇവിടെ പറഞ്ഞ വചനം മനസ്സിലായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടാന്നോ? കർത്താവിനെ സ്വീകരിച്ചാന്നോ? ബൈബിൾ വായിക്കാറുണ്ടോ? വീട്ടിലൊരു വേദപുസ്തകത്തിന്റെ കോപ്പി ഉണ്ടോ? പുതിയ നിയമമെങ്കിലും ഉണ്ടോ? ഒരു വാക്കൊന്ന് ചോദിക്കാൻ മനസ്സില്ല. ഫാൻസി പ്രോഗ്രാംസ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഫാസ്റ്റ് മ്യൂസിക്. ആ സഹോദരി പറഞ്ഞ യങ് ഗേൾ, റിയലി ബോൺ അഗൈൻ ചൈൽഡ് ഓഫ് ഗോഡ്. അതല്ല ഫെലോഷിപ്പ്. നമ്മുടെ കൂടിവരവുകൾ എന്ത് വേണം? ഫെലോഷിപ്പ്. കൂടിവരവുകൾ എന്തൊക്കെ ഉണ്ടെന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ടാ, നമ്മളെ ഒരുക്കാനായിട്ടാ. വാക്യങ്ങളൊന്ന് വായിച്ചു. ഒന്ന് കൂട്ടായ്മ. ഞാൻ പറഞ്ഞില്ല, കൂട്ടായ്മ എന്നൊക്കെ പറയുന്നതിനകത്ത് പല കാര്യങ്ങളുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയം പോയി. ടെസ്റ്റിമണി ഉണ്ടായിരിക്കണം, സാക്ഷി ഉണ്ടായിരിക്കണം. സാക്ഷി എന്ന് പറഞ്ഞാൽ നീട്ടി പിടിച്ച് ചുമ്മാ മനുഷ്യനെ ബോറടിക്കുന്ന വഴിയാകല്ലോ. In 15 seconds one can give a good testimony. ഒരു എഴുന്നേറ്റ് നിന്ന് പൊതുസഭയിൽ തൻ്റെ അവസ്ഥ ഒന്ന് പറയുന്നത് അവനൊരു എൻകറേജ്മെന്റ് ആണ് അവന്റെ അവസ്ഥ. എൻ്റെ സഹോദരങ്ങളെ, 1 മിനിറ്റ് കൊണ്ട് 4 പേർക്ക് സാക്ഷി പറയാം. മാക്സിമം 25 സെക്കൻഡ്സ് മതി. അല്ല 15 സെക്കൻഡ്സ് മതി. 4 പേർ 14, 60. ഞാൻ പറയുന്നത് സത്യ. ഞാനൊരു സന്ദർഭം ഓർക്കുന്നുണ്ട്. ഒരിക്കലും തൃശ്ശൂർ ഒരു 100-100ഓളം പേരുന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. ഞങ്ങളുടെ ഒരു സീരീസ് ഓഫ് ബൈബിൾ ക്ലാസ്സസ് ലാസ്റ്റ് മീറ്റിംഗ് സൺഡേ ഫെലോഷിപ്പ്. 100-300 പേര്. അടുത്ത 2 ചെറിയ ലോക്കൽ സഭകളുണ്ട്. ആ സഭകളും കൂടെ ഒന്നിച്ച് സഭായം കൂടി 100-300 പേരുണ്ട്. ഭാഷ ഇന്ന് എല്ലാവരും സാക്ഷ്യം പറയണം. Within 35 to 40 minutes, all the 300 of them gave testimony. I was really surprised. തൃശ്ശൂർ ചർച്ച് ഓഫ് ഗോഡിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പാസ്റ്റർ വർഗീസ് എന്ന് പറയുന്ന ആളോട് ശുശ്രൂഷിച്ചിരിക്കുന്ന സമയം ഞാൻ പറയാം, സത്യം ആയതുകൊണ്ട് പറയാം. അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദിക്കാം. ഹി വാസ് പാസ്റ്റിംഗ് എ ചർച്ച്, ദ ചർച്ച് ഓഫ് ഗോഡ് ചർച്ച് ഇൻ കുവൈറ്റ്, ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് ഗോൺ ബാക്ക് ടു കേരള. ഒരു 45 മിനിറ്റ് കൂടെ എടുത്തില്ല. ഈ 300 ചില്ലുവാനും ആളുകളും കർത്താവ് കഴിഞ്ഞ ആഴ്ചയിൽ കൃപയിൽ കാത്തു. അടുത്ത ആഴ്ചയിൽ വിശുദ്ധിൽ ജീവിക്കാൻ ദൈവകൃപയ്ക്കായി. ഒരാൾ കഴിഞ്ഞ ആഴ്ചയിൽ ജോലിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി, എങ്കിലും തെറ്റിലാകപ്പെടാതെ കർത്താവിനെ കൃപയിൽ സൂക്ഷിച്ചു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഫെലോഷിപ്പ്. ആ ടെസ്റ്റിമണി എന്ന് പറയുന്നത് അവിടെ ഒരു ഫെലോഷിപ്പാ. ഒന്ന് എഴുന്നേറ്റൊന്ന് പറയണം. ഇതിപ്പോ വന്ന് ഒരുത്തന് 10 മിനിറ്റൊക്കെ അങ്ങ് വിഴുങ്ങിക്കളി. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അങ്ങനെയുള്ള നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോടും കൂടെ പറഞ്ഞു കൊടുക്കണം. ടെസ്റ്റിമണി നിങ്ങൾ ഓർത്ത് നോക്കുക. 50 പേരുണ്ട്. 50 പീസ് ഓഫ് സ്നാക്സ് is kept for everybody. One piece for each. Suppose one comes, grabs the whole thing and swallows down everything. What will you call him? Well, മനസ്സിലാവുന്നുണ്ടോ? ടെസ്റ്റിമണി അല്ല, പരിജ്ഞാനത്തോടെ ചെയ്യണം. അത് നമുക്ക് വേണം. ഇത് അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? പരിജ്ഞാനത്തോടെ ചെയ്യാൻ വരാത്തോണ്ട് ഇത് അങ്ങ് ഒഴിവാക്കി പാടുന്നു. അത് ശുശ്രൂഷകന്മാരാണ് നിർബന്ധിതരായി പോയിരിക്കുക. That's not the way. Okay. അടുത്ത സംഗതി, ഈ വാക്യങ്ങളെല്ലാം വായിച്ചേക്കാൻ നേരെ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വാക്യങ്ങൾ വേണമെങ്കിൽ കുറിച്ചോളൂ. പിന്നെ നിങ്ങൾ ചോദിച്ചു 1 കൊരിന്തി 14-ാം അധ്യായം 26-ാം വാക്യം. 1 കൊരിന്തി 14-26. ഒന്ന് വായിച്ചാൽ എടുത്തില്ലെന്ന് വായിച്ചേ. കേട്ടോ, 5 കാര്യം ഇവിടെ പറഞ്ഞു. നമ്മൾ കൂടി വരുമ്പോൾ ഇതൊക്കെ ഉണ്ട്. സ്തോത്രം. അടുത്തത് എഫേസ്യർ 5:18-19. എടുത്തെങ്കിൽ വേഗം വായിക്കാം. എഫേസ്യർ 5:18-19. വായിക്കും.
തമ്മിൽ സംസാരിക്കണം. അതായത് ടെസ്റ്റ് മണി കേട്ടോ, തമ്മിൽ സംസാരിച്ചു. മതി. കൊലോസ്യർ 3:16. ഇനി എബ്രായർ 10:24 സമയം പോകുന്നു. അത് നിങ്ങൾ വീട്ടിൽ വായിക്കാം. നമ്മൾ ആത്മീയ തമ്മിൽ പഠിപ്പിക്കണം, തമ്മിൽ പ്രബോധിപ്പിക്കണം, ആത്മീയർത്ഥം വരുത്തണം. അപ്പൊ നമ്മുടെ കൂടിവരവുകളിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. സ്തോത്രം. അപ്പം ഫെലോഷിപ്പ്, ടെസ്റ്റിമണി, സിംഗിങ്, സാംസ്, ബ്രേക്കിംഗ് ബ്രെഡ്, അപ്പം നിൽക്കാൻ കൂടി വന്നു. എക്സോർട്ടേഷൻ, പ്രബോധനം, പ്രാർത്ഥന, ഉപദേശം, അതുപോലെ ഷെയറിങ്. ഈവൻ സ്തോത്ര കാഴ്ചയും തിരുവെഴുത്തിലുണ്ട്. ആഴ്ചയുടെ ഒന്നാമത് ഓരോരുത്തരും എന്ത് ചെയ്തോണം? ചരതിച്ച് വെക്കണം. അതും തിരുവെഴുത്തിലുണ്ട്. നമ്മുടെ കൂടിവരവുകൾ അതും ഉണ്ടാകാം. ആവശ്യമുള്ള സഹോദരന്മാരുടെ ആവശ്യത്തിനായി നമ്മളെല്ലാവരും അതിനകത്ത് വി ആർ കോൺട്രിബ്യൂട്ടിങ് സംതിങ് ടു ദ നീഡ്സ് ഓഫ് അവർ ബ്രദേഴ്സ് ആൻഡ് ഫോർ ദി ഫെലോഷിപ്പ് ആസ് എ ഹോൾ. അതും നമ്മുടെ കൂടിവരവിലുള്ള ഭാഗമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത് വിശ്വസിക്കട്ടെ. ഈ കൊടുക്കുന്നതിനെ കുറിച്ച്, ദശാംശത്തെ കുറിച്ച് ഒരു കാര്യം ഒന്ന് പറഞ്ഞ് വിശദീകരണം വേണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ അടുത്ത ദിവസം കാണാൻ പറയാം. സമയം പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടിവരവുകളിൽ ഇതെല്ലാം നമ്മുടെ ആത്മീയ വർധനവിലാണ്. നമ്മളെല്ലാവരും ഒരുക്കുക, നമ്മൾ പരസ്പരം പ്രബോധിപ്പിക്കുക. എന്തോ ഒരു മിനിറ്റ് ബ്രീഫായിട്ട് പറയാം. ഈ പഴയ നിയമത്തിൽ ദശാംശം എന്ന അതും ഉപദേശമായിട്ടല്ല. അബ്രഹാം ആദ്യം അങ്ങോട്ടങ്ങ് ചെയ്യുക, പിന്നെ അത് ഒരു പുസ്തകത്തിലെ ഉപദേശമായി തന്നെ അത് സ്ഥാപിക്കപ്പെട്ടു. പുതിയ നിയമത്തിൽ വരുമ്പോൾ അങ്ങനെ ദശാംശം എന്ന ഒരു ഉപദേശം നമുക്ക് കാണുന്നില്ല. പിന്നെ പങ്കുവയ്ക്കല. പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം കൊടുക്കാൻ പ്രമാണമില്ല, പങ്കുവയ്ക്കാനാണ് പ്രമാണം. എന്താ ഇതിന്റെ വ്യത്യാസം? കൊടുക്കാൻ നമുക്കില്ലാതെ വരാം, പക്ഷെ പങ്കുവയ്ക്കാനില്ലാതെ വരികയല്ല. സങ്കല്പിക്കുക, ഞാനൊരു യാത്രയ്ക്ക് പോവുക. എൻ്റെ ഭാര്യ എനിക്കൊരു കൊച്ചൊരു ലഞ്ച് പാക്കറ്റ് തന്നിട്ടുണ്ട്. ട്രെയിനിൽ പോവുക. കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ 2-3 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടു സഹോദരൻ ട്രെയിനിൽ കയറി. സന്തോഷം, ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ പോവുക. പോകുമ്പോൾ അവന് ലഞ്ചൊന്നുമില്ല. സോ ട്രെയിൻ എലവേറ്റ് വന്നു, ഓർഡർ ചെയ്തു. കുറേ കഴിഞ്ഞു. വഴിക്കൊരു ട്രെയിൻ ഡീറെയിൽഡായി, വണ്ടി താമസിച്ചു. ഒരു മണിയായി, വിശക്കുന്നുണ്ട്. എടാ അവൻ കൊണ്ടുവന്നില്ലല്ലോ, നമുക്ക് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 1:30 കഴിഞ്ഞപ്പോൾ നമുക്ക് സോറി വരിക, സോറി അവന് ഭക്ഷണമില്ല. ശരി, ഞാൻ പറഞ്ഞു കം ഓൺ ബ്രദർ, വാട്ട് വിൽ വി ഷെയർ. ഞങ്ങൾ രണ്ടാളും പോയി കൈ കഴുകി വന്നു. ആ ബെർത്തിലോട്ട് ചമ്രം പടഞ്ഞ് കയറിയിരുന്നു. നടുവിലേക്ക് അത് അഴിച്ചു വെച്ചു. രണ്ടാളും 2 കോണിൽ നിന്ന് ഭക്ഷിക്കുക. എനിക്ക് കൊടുക്കാനില്ല, എനിക്കതിനെ കഷ്ടിയാണ്. ഇറ്റ്സ് എ പാക്ഡ് സ്മോൾ ലഞ്ച്. കൊടുക്കാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം? പങ്കുവയ്ക്കാം. പുതിയ നിയമത്തിൽ പങ്കുവയ്ക്കുക എന്ന കോൺസെപ്റ്റാണ്. പങ്കുവയ്ക്കുക എന്ന കോൺസെപ്റ്റിൽ ദശാംശം എന്ന് പറയുന്ന ആശയം, അപ്പം അതിനെ ലീഗലിസത്തിന്റെ വാക്കിലിട്ട് നമ്മൾ പോയി. എൻ്റെ കൂടെ ഉണ്ടോ? പുതിയ നിയമത്തിന്റെ പ്രമാണം എന്താണ്? പങ്കുവയ്ക്കുക. പക്ഷേ നമ്മൾ പങ്കുവയ്ക്കുക എന്ന് പറയും, മനുഷ്യരല്ലേ, അതുകൊണ്ട് നമുക്ക് ചിലപ്പം പങ്കുവയ്ക്കലാ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം വരും. കാശാ വന്നു, ചിലവായി അങ്ങ് പോയി. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. അത് യെഹെസ്കേലിന്റെ പുസ്തകം 35-ാം അധ്യായം 1-ാം വാക്യം വേഗം ഒന്ന് വായിച്ചേ. യെഹെസ്കേൽ 45:1. ഇതുപോലെ ഞാൻ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു വാക്യം ഒരു സാദൃശ്യത്തിന് വേണ്ടി വായിച്ചതേ ഉള്ളൂ. ഒരു വിശുദ്ധാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണം എന്നതുപോലെ നമ്മളുടെ സമയത്തിൽ നമ്മളൊരു ഭാഗം എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി വേർതിരിക്കണം. നമ്മുടെ വീക്ക്ലി സ്കെഡ്യൂളിൽ കൂട്ടായ്മയ്ക്കും സുവിശേഷം പറയാനും ഒക്കെ നമുക്ക്, ഫാസ്റ്റിങ്ങിനും ഒക്കെ നമുക്കൊരു സമയം വേർതിരിക്കണം. പോലെ നമ്മുടെ മന്ത്ലി സ്കെഡ്യൂളിൽ നമുക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സമയം വേർതിരിക്കണം. അപ്പൊ നമ്മുടെ സമയമെല്ലാം നമ്മൾ വേർതിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ ഫൈനാൻസസിലും, മനസ്സിലായോ? എ സ്പെസിഫിക് ഷെയർ ഓഫ് വാട്ട് ഗോഡ് ഗിവ്സ് us, അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്, സ്തോത്രം, വിശ്വസ്തരായിരിക്കുവാൻ സഹായകമാണ്. അത് ലീഗലിസത്തിലല്ല, സ്നേഹത്തിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പൊതുവായി പറയുന്ന പഴയ നിയമത്തിൽ കുറഞ്ഞ പക്ഷം കുറയരുതല്ലോ, അതിനേക്കാൾ ഏറെ നല്ല പ്രത്യാശിക സ്ഥാപനം വന്നിരിക്കുന്നതല്ലേ പറയും നമ്മളെ കുറിച്ച്. അതുകൊണ്ട്
അവിടെ 10 കുറഞ്ഞ പക്ഷം, മനസ്സിലായില്ലേ, അതൊരു പ്രബോധനമായി കൊടുക്കുന്നതിൽ വീഴ്ച വരാതിരിക്കാനായി അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതൊരു 8-1 ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ? ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇല്ല, പക്ഷെ കൂടുതൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് 15-1 ആക്കിയേക്കില്ലേ. അത് അല്ലാതെ ഇനി അതിന് പുതിയ നിയമത്തിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് പറയാം. കർത്താവ് കമന്റ് ചെയ്ത ഒരു സംഭവമുണ്ട്. അത് വിധവ 2 കാശ്. കർത്താവ് അവിടെ പറഞ്ഞ എന്താണ്? അവൾ തന്റെ ഉപജീവനമൊക്കെയും കൊടുത്തു. സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, കർത്താവ് അതിനെയാണ് പുതിയ നിയമത്തിൽ കൊടുക്കുന്നതിന്റെ മാതൃകയായി എടുത്ത് കാണിച്ചിരിക്കുന്നത്. അവിടെ ഉപജീവനമൊക്കെ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് മൂലകൃതിയിലെ ഗ്രീക്കിലെ പദം കേൾക്കണേ, ബയോസ്. ബയോസ് എന്ന പദമാണ്. ആ വാക്കിൽ നിന്നാണ് ബയോളജി ഉണ്ടായത്. ബയോസ് മീൻസ് ലൈഫ്. അവൾ തന്റെ ഉപജീവനമൊക്കെ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ തന്റെ ജീവൻ ഇട്ടെന്നതിന്റെ അർത്ഥം. മനസ്സിലാക്കി തരാം. ശ്രദ്ധിക്കണേ, ഒരു സംഭവം പറയാം. ഈ സർ ഒരു പ്രധാനപ്പെട്ട എഴുത്ത്, ഡിഫൻസ് ഓഫ് പോയസി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ ഒരു എഴുത്തുകാരനുണ്ട്, ഇംഗ്ലീഷിൽ, പേര് മറന്നുപോയി. നല്ല, അദ്ദേഹം പ്രഭു കുടുംബത്തിൽ, രാജ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. സൈന്യാധിപനായിട്ട് അദ്ദേഹം പോയതാണ് യുദ്ധകളത്തിൽ. അന്ന് പരാജയപ്പെട്ട് അദ്ദേഹം മുറിവേറ്റ് വീണു. സർ ഫിലിപ്പ് സിഡ്നി നടന്ന സംഭവമാണ്. മുറിവേറ്റോട് ഒത്തിരി പേര് അന്ന് മുറിവേറ്റ് കിടക്കുക. ഇദ്ദേഹം രാജ കുടുംബത്തിൽപ്പെട്ട ആളും സേനാനായകനായതുകൊണ്ട് മുറിവേറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ വെള്ളമെല്ലാം തീർന്നുപോയി. ആളുകൾ, പരിചാരകന്മാർ ഓടി, യുദ്ധം ഒന്ന് ഒതുങ്ങിയപ്പം ഓടിപ്പോയി ഒരു പാത്രത്തിൽ വെള്ളവുമായി വന്നു സിഡ്നിക്ക് കൊടുക്കാൻ. സേനാനായകനല്ല, മുറിവേറ്റ് കിടക്കുകയാണ്. വെള്ളവുമായി പാഞ്ഞു വന്നപ്പോൾ അടുത്ത് കടന്ന, സിഡ്നിയുടെ അടുത്ത് മുറിവേറ്റ് കിടന്ന ഒരു താണ ഒരു പടയാളി വെള്ളം കണ്ടതും ആൾ കിടന്ന് പറഞ്ഞു, ഓ വോട്ട് 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 എന്ന് പറഞ്ഞ അയാളെ പരവേശം കാണിക്കാൻ തുടങ്ങി. അടുത്ത് കിടന്ന പടയാളി മുറിവേറ്റ് അവനെ പരവേശം കാണിക്കുക, അവൻ ചാകാൻ തുടങ്ങുക. സിഡ്നി അവന്റെ അവസ്ഥ കണ്ടപ്പം, വെള്ളം സിഡ്നിയുടെ കയ്യിൽ കൊടുത്ത് കുടിപ്പിക്കാൻ അയാൾ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ നിലവിളി കണ്ടപ്പോൾ സിഡ്നിക്ക് കുടിക്കാൻ തോന്നിയില്ല. സിഡ്നി പറഞ്ഞു, ഹിസ് നീഡ് ഈസ് ഗ്രേറ്റർ, ഗീവ് ഹിം. അവന്റെ ആവശ്യമാ വലുത്, അവന് കൊടുക്കെന്ന് പറഞ്ഞു. അവൻ പരിചാരം ചോദിച്ചു, കൊടുക്ക, ഗീവ് ഹിം. അവന്റെ കയ്യിലോട്ട് ഈ പാത്രം കൊടുത്തതും അവന് ആ മരണ പരവേശത്തിനകത്തു ഒറ്റ വലിച്ചത് മുഴുവനും കുടിച്ചു കൊടുത്തു. സിഡ്നിക്ക് വേണ്ടി ഒരു ഡ്രോപ്പ് പോലും വെച്ചിരുന്നില്ല. ഇതിനിടയിൽ ഓടി, പരിചാരകൻ ഓടി വേറെ വെള്ളവുമായി വരുമ്പോഴേക്കും സിഡ്നി ഡീഹൈഡ്രേഷൻ കൊണ്ട് തളർന്നു പോയി. അദ്ദേഹം മരിച്ചു, താമസിയാതെ മരിച്ചു. അപ്പോൾ അദ്ദേഹം ആ കൊടുത്തത്, മനസ്സിലായോ? കൊടുത്തത് വെള്ളമാണേലും കൊടുത്തത് എൻ്റെ ജീവൻ. എനിക്കിത് പറയാൻ യോഗ്യതയില്ല കേട്ടോ, സത്യമാണേ, എനിക്കിത് പറയാൻ യോഗ്യതയില്ല. പക്ഷെ പുസ്തകം പുതിയ നിമിത്തത്തിൽ തന്നിരിക്കുന്ന ഉദാഹരണമാണ്. ബയോസ്, ഗീവ് ടു ഫീൽ ദ പിഞ്ച് എന്നാണ്. നമ്മുടെ അത്യാവശ്യങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞ് കൂട്ടസഹോദരൻ ഞെരുങ്ങുന്നത് കണ്ടാൽ കണ്ണടച്ച് കളയരുത്, പങ്കുവയ്ക്കണം. വിഷമം തോന്നരുത്. ഞാനീ പറയുമ്പം ഞാനൊരു NRI ഓഡിയൻസിനോടാണ് പറയുന്നത് മറന്നുകൊണ്ടല്ല. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സകല റിസോഴ്സസിലും ബി വൈസ്, ബുദ്ധിപൂർവമായി. സ്തോത്രം. നിന്റെ കൂട്ട സഹോദരൻ കഷ്ടപ്പെടുമ്പോൾ കണ്ണടച്ചേച്ച് നിന്റെ റെഗുലർ റെമിറ്റൻസസ് മുടങ്ങാതെ ചെന്നിരിക്കണം എന്ന് മത്സരിക്കരുത്. മനസ്സിലായോ? എൻ്റെ have a regular remittance being sent to my NRI account with so and so, so I cannot cut that. No, അങ്ങ് നിക്ഷേപിക്കണം. അപ്പോൾ ഞാൻ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണം നമ്മളെ കർത്താവിന് വേണ്ടി ഒരുക്കുകയാണ്. സ്തോത്രം. വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സമയം വളരെ കടന്നുപോയി പ്രിയപ്പെട്ടവരെ. എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാനത് 10:30, ഇത് ക്ലോക്കെ നോക്കല്ലേ, ഇത് ഫാസ്റ്റ് ആകട്ടെ പ്ലീസ്. ഞാൻ ഇന്നലെ ഓർത്തത് ഇത് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയാലെന്താ.
കർത്താവ് ഒരു ജീവിതം തന്നതല്ലേ, ഒരു 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 24 മണിക്കൂർ തന്നതല്ലേ, അതുകൊണ്ട് 5 മിനിറ്റ് കൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ആത്യന്തികമായുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി ലക്ഷ്യം തന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടിയാണ്. ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടിയാണ്. ആ മണവാട്ടിക്ക് വേണ്ടി ദൈവം ചെയ്യാവുന്ന എല്ലാം ചെയ്തിരിക്കുക. സ്തോത്രം. ആ മണവാട്ടിയുടെ ശുദ്ധീകരണത്തിനായി, ആ മണവാട്ടിയുടെ ഒരുക്കത്തിനായി എന്തൊക്കെ ചെയ്യണം അതാണ് എഫെസ്യരിൽ വായിക്കും. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സ്തോത്രം. സകല ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ പേരിൽ തുറക്കപ്പെടാത്ത ഒരു ട്രഷർ ഹൗസും സ്വർഗത്തിലില്ല. ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകേണ്ടതിന്, ആ തലയോളം വളരേണ്ടതിന്, വാട്ട് ഓൾ ആർ നീഡഡ് ഗോഡ് ഹാസ് പ്രൊവൈഡഡ്. സ്തോത്രം. അതിനുള്ള ഉപാധികളിൽ നമ്മൾ ചിലത് കണ്ടു. പിന്നെ ഉപാധികളിൽ മറ്റൊന്ന് ഞാൻ ലിസ്റ്റ് വേഗം പറയാം. പ്രാർത്ഥന നമ്മളുടെ വിശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നതാണ്. 1 തിമോത്തി 4:5 ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ വിശുദ്ധീകരണത്തിലുള്ള ഒരു ഉപാധിയാണ് കേട്ടോ. പ്രാർത്ഥനയാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. സ്തോത്രം. അത് നമ്മളും വിശുദ്ധീകരിക്കപ്പെടുന്നു. അവിടെ വസ്തുവിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നെങ്കിലും നമ്മൾക്കും പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, പ്രേയർ ചേഞ്ചസ് തിങ്സ് എന്നൊരു പറച്ചിലുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ വേദപുസ്തകം നമ്മൾ ശരിക്കും പഠിച്ചാൽ പ്രേയർ ചേഞ്ചസ് ദ പ്രേയിങ് സെയിന്റ് എന്നാണ് കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യം മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ചേഞ്ചിങ് us than changing our situations. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, God sometimes fashions our situations in such a way that we undergo change to conform to God's desire concerning us. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള തിരുഹിത പ്രകാരം നമുക്ക് രൂപാന്തരം വരേണ്ടതിന് ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊള്ളേ. പൗലോസ്ലീഹ ജഡത്തിൽ ഒരു ശൂലമുണ്ട്, മുള്ള്, അതൊന്ന് മാറണമെന്ന് 3 പ്രാവശ്യം അപേക്ഷിച്ചു. 3 പ്രാവശ്യം അപേക്ഷിച്ചപ്പോൾ സ്തോത്രം, കർത്താവിന്റെ അരുളപ്പാടെന്താ? അതവിടെ ഇരുന്നോട്ടെ, എന്റെ കൃപ നിനക്ക്. കാരണം എന്താ? അവന് ഒത്തിരി വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നിഗളിച്ചു പോകാൻ സാധ്യതയുള്ളതുപോലെ വെളിപ്പാടുകളെ കുറിച്ച് പുസ്തകം തന്നിരിക്കുന്ന വിശദീകരണത്തിലേക്ക് പോകണില്ല. വലിയ വെളിപ്പാട്. ഈ വെളിപ്പാടുകളെ ആധിക്യം കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ ഒന്ന് നോക്കി. കർത്താവിനെ നോക്കിയപ്പോൾ പൗലോസ ജഡത്തിലാ, നിഗളിച്ചു പോകാൻ. എന്നാ വെളിപ്പാട് കുറച്ച് അല്ലല്ല, വെളിപ്പാട് കർത്താവിന് കൊടുക്കുക. 20 നൂറ്റാണ്ട് വരെയെങ്കിലും നിലനിൽക്കാനുള്ള സഭയ്ക്ക് വേണ്ടിയുള്ള രേഖ എഴുതി വെക്കാനായിട്ട് ദൈവം അവനെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് ആ വെളിപ്പാട് കുറയാതെ പ്രാപിക്കുമ്പോൾ തന്നെ നിഗളിച്ചു പോകാതെ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവ് എന്ത് ചെയ്തു? ഒരു ശൂലം കൊടുത്തു. പൗലോസിന് ചുറ്റും നല്ല പരിപാലനമുണ്ട് കേട്ടോ. ദൂതന്മാർ പ്രത്യേക പരിപാലനമുണ്ട്. ഇയ്യോബിനുണ്ടായിരുന്നല്ലോ, അവന് ചുറ്റും വേലി, വീടിന് ചുറ്റും വേലി, അവരുടെ സകലത്തിനും ഇതുപോലെ പൗലോസിന് നല്ല വേലിയുണ്ട്. വേലിക്കെട്ടിന് പുറത്ത് പിശാചിന്റെ കിങ്കരന്മാർ ഇങ്ങനെ ശൂലമൊക്കെ ആയിട്ട് നടക്കുക. ഒരു പഴുത് കിട്ടണം കയറാൻ. ഒരു പഴുതുമില്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അതിനകത്തൊന്നൊരു കൊച്ചു മുറുക്കട്ടെ മുട്ടിക്കളഞ്ഞു. സങ്കല്പം കേട്ടോ, നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ആ പഴുത് കിട്ടിയതും ഒരു പിശാചിനെ ദൂതൻ ശൂല വിട്ട് കുത്താൻ തുടങ്ങി. കുത്തുകൊണ്ടപ്പോ മനസ്സിലായി പിശാചിന്റെ ദൂതനാ. നമ്മളാണ് എന്തോ പറയും, ടാ പിശാചെ, തല്ലും ഉരുമി കയ്യും ചൂരിട്ടി ഇടിക്കാൻ ചെല്ലും. പൗലോസ് അങ്ങനല്ലേ ചെയ്ത് കേട്ടോ. എനിക്ക് അതിനകത്ത് പ്രബോധനമുണ്ട്. സ്തോത്രം. പൗലോസിനെ അറിയാം, കർത്താവ് അറിയാതെ തലേന്നൊരു മുടി പോലും താഴെ വീഴുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് കർത്താവ് ഇത് അനുവദിച്ചെങ്കിൽ ഇതിനകത്ത് ദൈവത്തിന് എന്തോ ഒരു കർത്താവ് എന്തിനാ അനുവദിച്ചത്? ഇവനെ ഒന്ന് മാറ്റിയേക്കണേ പ്ലീസ്, ഇത്തിരി ബുദ്ധിമുട്ടാ, ഇവനെ ഒന്ന് മാറ്റിയേക്കണം. 3 പ്രാവശ്യം അപ്പീൽ അയച്ചു.
കർത്താവ് പറഞ്ഞു അത് അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ആ ഉൾക്കാഴ്ച കൊടുത്തു, നിഗളിക്കാതിരിക്കാൻ ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു കാര്യം, കൃപ തന്നേക്കാം, കൃപ തന്നേക്കാം. കർത്താവെ ചിലവൊന്ന് ചുരുക്കണേ, ചിലവ് ഒത്തിരി കൂടുന്നു, കയ്യിൽ നിന്ന് പോകുന്നു, കൈ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്ന് പ്രാർത്ഥിക്കുമ്പം ദൈവം പറയാം അത് അങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ വരുമാനം കൂട്ടിയേക്കാം എന്ന് പറഞ്ഞതുപോലെ ശൂലം അവിടെ ഇരുന്നോട്ടെ, ഞാൻ നിനക്ക് കൃപ വർദ്ധിപ്പിച്ചേക്കാം. അപ്പൊ കണ്ടോ, കൃപമേൽ കൃപ പ്രാപിച്ച്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ ദൈവം ചിലപ്പോൾ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യും. അടുത്ത് പറയുമ്പോൾ ദേഷ്യം തോന്നുന്നു, അതിന് ചിലപ്പോൾ ദൈവം പിശാചിനെ പോലും ഉപയോഗിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലേ, സകലവും നമുക്ക് വേണ്ടിയാന്ന്. ഓർക്കുന്നുണ്ടോ നമ്മുടെ വിഷയത്തിന്റെ സ്തോത്രം ആരംഭത്തിലേക്ക് വരണേ? സകലവും തന്റെ അനാദില നിർണയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ആ പ്രോസസ്സിൽ ലൂസിഫറിന്റെ പാപവും ഏദനിലെ പാപവും, മനസ്സിലായില്ലേ, ഇതെല്ലാം ആ പ്ലാനിലുള്ളതായിരുന്നു നമ്മൾ ചിന്തിച്ച. ഇവിടെ ഇതാ പിന്നെയും സ്തോത്രം നമ്മെ വിശുദ്ധീകരിക്കുന്ന കൂട്ടത്തിൽ ദൈവം ആരെയും ഉപയോഗിക്കും? പിശാചിനെയും ഉപയോഗിക്കാൻ ദൈവത്തിന് അധികാരമുണ്ട്, അവൻ ഉപയോഗിക്കും. ദേഷ്യായോ? മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ട് പിശാചാണ് നിങ്ങളെ ശല്യം ചെയ്യുന്നതെന്ന് വന്നാൽ പോലും സ്തോത്രം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവിനോട് നോക്കണം. കർത്താവേ എന്തുകൊണ്ടാണ് അപ്പച്ചന് ഇത് അനുഭവിച്ചു? ഇവനെ അങ്ങ് മാറ്റിയേക്കണേ. അല്ലാതെ നമ്മളവിടെ കിടന്ന് ചവിട്ടിയോ തുടിക്കൊന്നുമല്ല. ആരോ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ശാസിക്കരുതെന്നല്ല, കർത്താവ് അങ്ങനെ നിയോഗം തരും. നീ തന്നെ അവനെ ശാസിക്കുക എന്നൊരു നമുക്കൊരു നിയോഗം കിട്ടിയാൽ, മനസ്സിലായോ, നമുക്ക് യേശുക്രിസ്തുവിന്റെ നാമം ഞാൻ നിന്നെ ശാസിക്കുന്നു എന്ന് പറയാം. ആട്ടാനും മറ്റും പോകരുത്. ആട്ടുകാരനൊക്കെ ഒരു നിലവാരം കുറവല്ലേ? നമ്മൾ രാജകീയ പുരോഹിത വർഗമല്ലേ? ദേഷ്യമാവുന്നുണ്ടോ? നിങ്ങൾ നോക്കി നോക്കിയാൽ നാട്ടിൽ ചെന്നതാ, നാട്ടിൽ താമസിക്കുന്ന 2 വീട്ടുകാർ ഒരു ദിവസം നമ്മുടെ വീട്ടിലൊരു രാവിലെ പിച്ചക്കാരൻ കയറി വന്ന് അത് നോക്കി ഇവിടെ നമ്മളെക്കാ കെപ്പുണ്ടവർ. അത് പറഞ്ഞ് എന്താണ് അതെനിക്ക് വല്ലതും തരണം, അതിനാ നിങ്ങളുടെ തിക്കാർക്ക് സംസാരിക്കുന്നത്? അതങ്ങനെയൊക്കെ ഇപ്പം താഴെ കാലം വല്ല വീടാനൊക്കെ എനിക്ക് വല്ലതും രാവിലെ വരണം. അത് പോടാ, ഞാൻ പോകണില്ലെന്നേ, എനിക്ക് വല്ലതും തന്നേലേ പോകുന്നുള്ളൂ. അത് നടക്കലിലോട്ട് കയറിയവനെങ്കിൽ ഇരുന്നു. നാട്ടിലെ കാര്യമല്ലേ, അതൊക്കെ ചെയ്യും. ഇറങ്ങണം കൂടാ, അങ്ങനൊന്നും പോകുന്നില്ല. എനിക്ക് വയറ് നിറച്ച് ചാപ്പാടുള്ള വകയും തന്നേലേ പോകുന്നുള്ളൂ. അവൻ അവിടെ ഇരിക്കുക. അപ്പം നമ്മൾ നാട്ടി. അപ്പം അയലോക്കത്തെ ആള് എന്നിട്ട് ആ മതിലിൻ്റെ മുകളിൽ കൂടെ നോക്കി, എന്നാ സാറേ ഇവിടെ ഈ പിച്ചക്കാരും നേരം എടുത്തവൻ കയറി അഹങ്കാരം പറഞ്ഞു. എൻ്റെ അവരുടെ വായിൽ വരുന്ന എല്ലാം അഹങ്കാരത്തിൻ്റെ വാക്കുകൾ. അഹങ്കാരം അവനോട്ട് അയാൾ വേഗം അങ്ങ് വരി. നമ്മളെന്തോ ചെയ്തുകൊണ്ടിരുന്നേ? ആട്ടിക്കൊണ്ടിരിക്കുക. അയാൾ വേഗം അങ്ങ് വരി. അപ്പം അയാളെ അകത്തോട്ട് ചെന്നപ്പോൾ അയാളുടെ ഭാര്യ ചോദിച്ചു, അവിടെ എന്നാ ഒരു ഭാഗം? അവിടുത്തെ ഉപദേശി ഒരു പിച്ചക്കാരൻ കയറുമെന്ന് പറഞ്ഞ് ആട്ടുക. മനസ്സിലായോ? അത് നമ്മുടെ നിലവാരത്തിന് കൊള്ളാവോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമുക്ക് ഗൗരവത്തോടെ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ആത്മചൈതന്യത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ശാസിക്കുന്നു എന്ന് പറയാം. നമ്മൾ വിചാരിക്കരുത് ആട്ടുന്നതിൻ്റെ ആയം കൊണ്ടാ പിശാച് പോകുന്നതെന്ന് വിചാരിക്കരുത്. ചവിട്ടുകയും തൊഴിക്കുകയും മേശരടിക്കുകയും തുള്ളുകയും ഇതൊന്നും ചെയ്യുന്നതുകൊണ്ടൊന്നും അല്ല പിശാച് പോകുന്നത്. നമ്മൾ വിശുദ്ധിയിൽ അവനോട് എതിർത്ത് നിൽക്കുമ്പോഴാണ്. അവൻ പോകുമ്പോൾ കർത്താവ് അവനെ നിയോഗിച്ചേക്കുന്നു. പൗലോസ് ഇവനെ ആട്ടിയേക്കും പോവും. നിങ്ങൾ പറ, മനസ്സിലായില്ലേ? ഓർക്കുന്നില്ലേ? പോകില്ല. കാര്യം എന്താ? അവനെ ആക്കിയേക്കുന്ന ആരാ? ദൈവം ആക്കിയിരിക്കുമ്പോ നീ പോടാ, ദൈവം പറഞ്ഞിട്ടാ ഞാനിവിടെ. ദൈവം എനിക്ക് പഴു തന്നാണെങ്കിൽ പിന്നെ നീ എന്നാ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ആദ്യം നോക്കേണ്ടത് എങ്ങോട്ടാ? ദൈവമുഖത്തേക്ക് നോക്കണം. നമ്മുടെ ശുദ്ധീകരണത്തിനായി. അടുത്തത് നമ്മുടെ ശുദ്ധീകരണത്തിനായി നിയമിച്ചിരിക്കുന്ന സ്തോത്രം മറ്റൊരു ഉപാധിയാണ് ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ്. 2 കൊരിന്ത്യർ 12:7, 119 സങ്കീർത്തനം 67 വാക്യം.
എബ്രായർ 12:10. അത് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി സങ്കീർത്തനം 119:67. അവന്റെ കഷ്ടത അവന്റെ വിശുദ്ധീകരണത്തിനായിരുന്നു. കേട്ടോ, കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ. അപ്പൊ കഷ്ടതയിലാക്കിയത് എന്തിനാ? തെറ്റിപ്പോകാതിരിക്കാൻ, തെറ്റിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധീകരണത്തിനായി ദൈവം ചിലപ്പോൾ കഷ്ടത അയക്കും. സ്തോത്രം. അപ്പൊ കഷ്ടതകളിൽ നമ്മൾ തളർന്നു പോകരുത്. സഹിക്കാൻ കഴിയുന്നതിന് മീതെയുള്ളതൊന്നും തരികയില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ടെമ്പററി ചെയ്യാനാ ചിലപ്പം പഴിപ്പിച്ച് വെള്ളത്തിലിടുന്നത്. ദൈവത്തിനൊരു പ്ലാൻ ഇല്ലാതെ ഒരു കൊച്ചു കാര്യത്തിൽ പോലും നമ്മളെ വിടുകയല്ല. നിത്യതയാ ദൈവത്തിന് വലുത്. സ്തോത്രം. ആട്ടെ, ഞാൻ ഇനിയും വിശദീകരിക്കുന്നില്ല. അടുത്തത്, കർത്താവിൻ്റെ മേശ നമ്മളുടെ വിശുദ്ധീകരണത്തിനുള്ള ഒരു ഉപാധിയായി നമുക്ക് മനസ്സിലാക്കാം. 1 Corinthians 28-32. നമ്മൾ കർത്തൃമേശയിൽ ശുദ്ധീകരണത്തോട് വേണം സംബന്ധിക്കാൻ. യേശുവിൻ്റെ രക്തം, എബ്രായർ 10:10-14, തീത്തോസ് 2:14. യേശുവിൻ്റെ രക്തത്താൽ. ഞാൻ ഇനി അടുത്തത്, വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രവൃത്തി 15:8-9. എങ്ങനെ ഈ വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഓർക്കണം. വിശ്വാസം മനസ്സിൽ നിൽക്കുന്നതല്ല. വിശ്വാസം വസ്തുതയില്ല. വിശ്വാസം ബാക്കി പറയാമോ? വ്യക്തിയിലാണ്. സ്തോത്രം. ഓർക്കുന്നുണ്ടല്ലോ. വിശ്വാസം വസ്തുതയിലല്ല, വിശ്വാസം വ്യക്തിയിലാണ്. കർത്താവിനോട് നമ്മൾ അടുക്കും തോറും, സ്തോത്രം, നമുക്ക് വിശുദ്ധിയിൽ വളരാൻ കഴിയും. ബിക്കോസ് അറ്റാച്ച്മെന്റ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ഡിറ്റാച്ച്മെന്റ് എന്നാണ്. ഞാൻ എൻ്റെ ഇടത്തെ ഭിത്തിയിൽ നിന്ന് ഇത്രയും അകലത്തിൽ നിൽക്കുന്നു. ഞാൻ ആ ഇടത്തെ ഭിത്തിയിൽ നിന്ന് അകലും തോറും വലത്തെ ഭിത്തിയോട് അടുക്കുകയാണ്. സ്തോത്രം. ഞാൻ ലോകത്തിൽ നിന്നും, ലോക ഇമ്പങ്ങളിൽ നിന്നും, ലോകത്തിന്റെ ആകർഷകത്വത്തിൽ നിന്നും, മനസ്സിലാവുന്നുണ്ട്, ഞാൻ അകലും തോറും കർത്താവിനോട് അടുക്കുകയാണ്. കർത്താവിനോട് അടുക്കും തോറും ഞാൻ ലൗകികതയിൽ നിന്ന് അകലുകയാണ്. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ലോകത്തിൽ എത്ര ഉന്നതമായ സ്ഥാനവും എത്ര സുഖ സൗകര്യങ്ങളും പദവികളും പണവും അധികാരവും പ്രതാപവും എല്ലാം ലഭിച്ചാലും, സ്തോത്രം, അതൊന്നും നമ്മുടെ ഹൃദയത്തിൽ കയറാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. എല്ലാം അനുഭവിക്കുന്നവരെങ്കിലും ഒന്നും അനുഭവിക്കാത്തവരെ പോലെ കർത്താവിനേക്കാൾ കവിഞ്ഞ് ഒന്നുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സ്തോത്രം. സമ്പത്ത് വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ നിന്നോട് അടുപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ദാനം ഒരിക്കലും ദാതാവിനേക്കാൾ വലുതാകരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ? സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ ദൈവം ഒരു പ്ലാനിന് അനുവദിച്ചത്. ഉദാഹരണങ്ങളൊന്നും പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. കഷ്ടത അത് സിദ്ധതയും സിദ്ധത പ്രത്യാശയുള്ളതാക്കും. സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധ പ്രത്യാശയുള്ളതാക്കും. അവിടെ കഷ്ടങ്ങൾ വല്ലവിധനെ കടിച്ചു പിടിച്ച് എൻ്റെ ദൈവമേ എൻ്റെ ഗതിയാണല്ലോ എന്ന് പറഞ്ഞ് സഹിക്കല്ല, കഷ്ടങ്ങളിൽ പ്രശംസിക്കും.